ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണോടാ? ഒന്ന് കമന്റ് ചെയ്യ്. ആവണി, ഗുഡ് ഈവനിങ്. വേറെ ഓഡിബിൾ ആണല്ലേ? ഓക്കെ ഓക്കെ. എത്ര പേരുണ്ടടാ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെൻസുറേഷൻ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2D ഉണ്ട്, 3D ഉണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2D എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3D നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ അറിയാലോ, ബേസിക്കലി ഇതിൽ ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ഇക്വേഷൻസ് അറിയാന്നുണ്ടെങ്കിൽ, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇക്വേഷൻസ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ പലതും ക്വസ്റ്റൻസ് വളരെ സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് NTPC ലെവലിൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആണ് വലുതും. വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും, പ്രത്യേകിച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പോലും ഇതിനകത്തൊന്നുമില്ല, കാണാനില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഞാൻ ഈ ക്വസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിനകത്ത് നമുക്ക് പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റൻസിലൂടെ ഈ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യലടാ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. There is a regular hexagon of side 5 cm. Find its area എന്നുള്ളതാണ്. അതായത് ഒരു റെഗുലർ ഹെക്സഗൺ. ഈ ഹെക്സഗൺ എന്താണ്? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 സൈഡുകൾ അല്ലെ? 6 സൈഡുകളും 6 ആംഗിൾസും ഉണ്ടാവും. ദെൻ ഈ റെഗുലർ ഹെക്സഗൺ എന്താ? റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും എല്ലാ സൈഡുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളതാണ് അല്ലെ? ഈ റെഗുലറിന്റെ മീനിങ് എന്താണ്? എല്ലാ സൈഡുകളും അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ റെഗുലർ ഹെക്സഗണിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ദെൻ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സൈഡ് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഒരു ഹെക്സഗൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളെ ബേസിക് ഐഡിയക്ക് വേണ്ടി ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇതാണ് നമ്മുടെ ഹെക്സഗൺ. ഹെക്സഗണിന്റെ നിങ്ങൾ നോക്കുക, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ദെൻ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസിന്റെ കോമ്പിനേഷൻ ആണ്. ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ഇവിടെ സെന്റർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, ദെൻ സെക്കൻഡ് ട്രയാംഗിൾ, മൂന്നാമത്തത് 4, 5, 6. ഓക്കെ. ദെൻ ഈ സൈഡ് എ ആണെങ്കിൽ ഇതിന്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും? എ എന്ന് പറഞ്ഞിട്ടുള്ള 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ നമുക്കറിയാം √3 ഡിവൈഡഡ് ബൈ 4a² എന്നുള്ളതാണ്. സോ 6 ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ ആണ് എന്ത്? 6 ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗണിന്റെ ഏരിയ. സോ ഇൻറ്റു 6 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇൻറ്റു 6 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ആണ്, അതായത് ഒരു ഹെക്സഗണിന്റെ ഏരിയ ആയി. സോ ഈ 6ഉം 4ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 3, 2. സോ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഇവിടെ എന്താ ആൻസർ കിട്ടുക? 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a² എന്നുള്ളതാണല്ലോ. ഇതാണ് എന്ത്? ഒരു ഹെക്സഗണിന്റെ ഏരിയ. ഹെക്സഗണിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 3√3/2 a². ഞാൻ ഇത് ഈ പ്രൂഫ് പറയാൻ കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. സോ അതിനകത്ത് നിങ്ങൾ ഈ ഹെക്സഗണിന്റെ ഇക്വേഷൻ കൂടെ പഠിച്ച് നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസിന്റെ ഏരിയകൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ഒരു ഹെക്സഗൺ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഏരിയ നിങ്ങൾക്ക് അറിയാം എന്താണ്? √3/4 a² ഇൻറ്റു 6 കൊടുത്താൽ മതി. സോ ഇവിടെ എന്ത് വരും? ഈ 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a² ആണ് എന്ത്? നമ്മുടെ 6 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്, അതായത് ഒരു ഹെക്സഗണിന്റെ ഏരിയ. ഒരു സൈഡ് എന്താടാ? ഒരു സൈഡ് 5 ആണ്. സോ 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a² എന്താ? a² എന്ന് പറയുമ്പോൾ 5² എന്ന് പറയുമ്പോൾ 25 അല്ലെ? സോ ആൻസർ എന്ത് കിട്ടും? 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 75√3 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് അല്ലെ? 75√3 ഡിവൈഡഡ് ബൈ 2. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? ഇത് ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലടാ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് എ ക്യൂബ് ഓൺ ഓൾ ദി എക്സ്റ്റേണൽ സർഫസസ് അറ്റ് ദി റേറ്റ് 2 per centimeter square. 1 centimeter square 2 രൂപ വെച്ചിട്ട്
നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്യൂബ് പെയിന്റ് ചെയ്യാണ്. സോ ആ ക്യൂബ് പെയിന്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വന്ന കോസ്റ്റ് എത്രടാ? ടോട്ടൽ വന്ന കോസ്റ്റ് 588 രൂപയാണ്, 588 ആണ്. ദെൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ആണ്. ഇവിടെ നോക്കുക, ഒരു ക്യൂബ്, ആ ക്യൂബിന്റെ സർഫസ് ഏരിയ കാണണം ഇതിനകത്ത് നിന്ന്. ദെൻ ആ സർഫസ് ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സൈഡ് കിട്ടണം. ദെൻ ആ സൈഡിൽ നിന്ന് എന്ത് വേണം, നമുക്ക് വോളിയം ഓഫ് ദി ക്യൂബിന്റെ ഇക്വേഷൻ അറിയണം അല്ലെ, വോളിയം ഓഫ് ദി ക്യൂബ് അറിയണം. സോ ഇവിടെ നോക്കുക, ഒരു സർഫസ് 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ നമുക്ക് പെയിന്റ് ചെയ്യാൻ എന്ത് വേണം, 2 രൂപ വേണം അല്ലെ. 1 സെന്റിമീറ്റർ സ്ക്വയർ പെയിന്റ് ചെയ്യാൻ 2 രൂപ വേണം. സോ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 588 രൂപയാണ് ആയിട്ടുള്ളത്. സോ 1 സെന്റിമീറ്റർ സ്ക്വയറിന് 2 രൂപയാണെങ്കിൽ ടോട്ടൽ എത്ര സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവും, അതായത് എത്ര ഏരിയ ഉണ്ടാവും എന്ന് പറയാൻ എന്താ ചെയ്താൽ മതി, 1 സെന്റിമീറ്റർ സ്ക്വയറിന് 2 രൂപയാണെങ്കിൽ ടോട്ടൽ ഏരിയ കാണാൻ, ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 588 ആണ് ടോട്ടൽ രൂപയായത്, ടോട്ടൽ പൈസ ആയിട്ടുള്ളത്. ഒരു യൂണിറ്റിന് 2 രൂപയുള്ളത്. സോ ടോട്ടൽ എന്തായിരിക്കും, 294 അല്ലെ, 294 ആയിരിക്കും. എന്ത് 294 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഒരു ഈ പറഞ്ഞ ക്യൂബിന്റെ ഏരിയ എന്നുള്ളത് അല്ലെ. ക്യൂബിന്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും, ക്യൂബിന്റെ സർഫസ് ഏരിയ എന്നുള്ളത് 294 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതായിരിക്കും. ക്ലിയർ അല്ലേ? നമുക്കറിയാം ക്യൂബിന്റെ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് അല്ലെ, സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് എന്താടാ, 6a സ്ക്വയർ ആണ്. നമുക്കറിയാലോ അല്ലെ, ക്യൂബിന്റെ സർഫസ് ഏരിയ എന്നുള്ളത് 6a സ്ക്വയർ ആണ്. സോ നമുക്കറിയാം ഈ 6a സ്ക്വയറിന്റെ ആൻസർ ആണ് എന്ത്, 6a സ്ക്വയറിന്റെ വാല്യൂ ആണ് 294 എന്നുള്ളത്. ക്ലിയർ അല്ലേ? 6a സ്ക്വയർ അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് 294. സോ നമുക്ക് 6ഉം 294 കട്ട് ചെയ്ത് കളഞ്ഞാൽ 6, ഇവിടെ 4, ബാക്കി 54, 49 അല്ലെ. സോ എ സ്ക്വയർ എന്ത് കിട്ടി, എ സ്ക്വയർ 49 ആണെങ്കിൽ എ എന്താടാ, എ എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ 7 ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, വോളിയം ഓഫ് ദി ക്യൂബ് ആണ് അല്ലെ, വോളിയം ഓഫ് ദി ക്യൂബ് ആണ്. വോളിയം എന്താടാ, വോളിയം ഓഫ് ദി ക്യൂബ്. വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ക്യൂബ്, വോളിയം ഓഫ് ദി ക്യൂബ് എന്താടാ, ക്യൂബിന്റെ ഇക്വേഷൻ ആണ് എ ക്യൂബ് എന്നുള്ളത്. ഒരു സൈഡ് എ ആണെങ്കിൽ വോളിയം ഓഫ് ദി ക്യൂബ് എന്താ, വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈറ്റ് ഇൻറ്റു ബേസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ് അല്ലെ. അതായത് ക്യൂബിന്റെ കേസിൽ എന്താണ്, ലെങ്ത്തും ബേസും ഹൈറ്റും ഒക്കെ എന്താണ്, സെയിം ആണ് അല്ലെ, ഈ എ തന്നെയാണ്. സോ ഇവിടെ എന്ത് വരും, 7 ക്യൂബ് എന്താണ്, 343 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? 7 ക്യൂബ് 343, ഓപ്ഷൻ എ അല്ലെ. കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. ഇത് ക്ലിയർ ആണോടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. Then next question, the space diagonal എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവണ്ട, ഡയഗണൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഡയഗണൽ ഓഫ് ദി ക്യൂബ് മെഷേഴ്സ് 8√3, ഡയഗണൽ ഓഫ് ദി ക്യൂബ് മെഷേഴ്സ് 8√3. ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ് എന്നുള്ളതാണ്. വോളിയം ഓഫ് ദി ക്യൂബ് ആണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ക്യൂബിന്റെ ഡയഗണൽ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, √3a എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ സൈഡുകളും എ ആയിരിക്കും അല്ലെ. ഒരു ക്യൂബിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ √3a ആണ് എന്ത്, നമ്മുടെ ക്യൂബിന്റെ ഡയഗണലിലുള്ള ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്, ഈ ഡയഗണൽ ആണ് ഇവിടെ 8√3 എന്നുള്ളത്. സോ ഈ √3 കട്ട് ചെയ്ത് പോയി ബാക്കി എ എന്ത് കിട്ടും, സൈഡ് ഓഫ് ദി ക്യൂബ് എന്ത് കിട്ടും, സൈഡ് ഓഫ് ദി ക്യൂബ് 8 ആണ്. ക്ലിയർ അല്ലേ? സൈഡ് ഓഫ് ദി ക്യൂബ് എന്താണ്, 8 ആണ്. ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ് എന്നുള്ളതാണ്. നമുക്കറിയാം സൈഡ് ഓഫ് ദി ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി ക്യൂബ് എന്താണ്, വോളിയം ഓഫ് ദി ക്യൂബ് എ ക്യൂബ് ആണ്. സോ 8 ക്യൂബ് എന്താണ്, 512 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി അല്ലേ. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ ഇതില്? കൺഫ്യൂഷൻ ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഈ മെൻസുറേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ അതൊക്കെ. ഈ മെൻസുറേഷനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ ഹൈ ലെവൽ എന്നുള്ള പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല എന്നുള്ളതാണ് സത്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് കൺസെപ്റ്റ് ഇക്വേഷൻസ് അറിയാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ പലതും പേനയും പേപ്പറും എടുക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്, ജസ്റ്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പേനയും പേപ്പറും എടുക്കേണ്ട ക്വസ്റ്റ്യനേ അല്ല അല്ലെ. 8 എന്ന് കിട്ടും നമുക്ക്, √3a നിന്ന് എന്ത് കിട്ടും, 8 ആണെന്ത് ഒരു സൈഡിൽ നിന്ന് കിട്ടും. സോ ഇവിടെ എന്ത് കിട്ടും, 8 ക്യൂബ്. ഇതൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ആയിട്ടുള്ള വളരെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് ആണ് 512 ഒക്കെ അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 3 cm ക്യാൻ ബി ഫോംഡ് ബൈ മെൽറ്റിംഗ്. ഇവിടെ നോക്കുക,
ഈ മെൽറ്റിംഗ് എന്നുള്ള ടെർമിനോളജി നിങ്ങൾ എവിടെ കണ്ടുകഴിഞ്ഞാലും ഓർത്തിരിക്കുക. ഈ മെൽറ്റിംഗ് എന്നുള്ള ടെർമിനോളജി എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഒരു സംഭവത്തെ ഉരുക്കിയിട്ട്, ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ഇവിടെ ക്യൂബ്, അതായത് 3 സെന്റിമീറ്റർ ക്യൂബ്, 3 സെന്റിമീറ്റർ സൈഡിലുള്ള ഒരുപാട് എണ്ണം ക്യൂബുകൾ മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കി എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഒരൊറ്റ ഈ പറഞ്ഞ എല്ലാം കൂടെ മോൾട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും അല്ലെ, ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റൽ ഉണ്ടാവും, അതെല്ലാം കൂടെ ഉരുക്കിയതിന്റെ ഒരു എന്താ പറയുക ലിക്വിഡ് സ്റ്റേജ് ഉണ്ടാവും. ഈ ലിക്വിഡ് സ്റ്റേജ് എല്ലാം കൂടെ നമ്മൾ എന്താക്കി മാറ്റിയാണ് ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കുകയാണ് അല്ലെ. ഈ ലിക്വിഡ് സ്റ്റേജ് എല്ലാം കൂടെ നമ്മൾ സോളിഡിഫൈ ചെയ്തിട്ട് എന്താക്കി മാറ്റിയാണ് ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കുകയാണ്. ആ ക്യൂബോയിഡിന്റെ സൈഡുകൾ എന്തൊക്കെയാണ്, ഈ പറഞ്ഞ 9, 6, 6 അല്ലെ, ഹൈറ്റും ബ്രെഡ്ത്തും ലെങ്ത്തിന്റെ ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കി മാറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ n നമ്പർ ഓഫ് ക്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്യൂബോയിഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ n നമ്പർ ഓഫ് ക്യൂബ്സിന്റെ വോളിയം എന്താണോ, അതിൽ ഉണ്ടായിട്ടുള്ള മെറ്റീരിയൽ എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത് നമ്മുടെ സെക്കൻഡ് കേസിൽ ഈ ക്യൂബോയിഡിന്റെയും വോളിയം. ക്ലിയർ അല്ലേ? അവിടെ മെറ്റീരിയൽ ലോസേജ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ക്വസ്റ്റിനകത്ത് പറയും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ചെയ്യേണ്ട എന്താണ്, വോളിയം ഓഫ് ദി ക്യൂബ് അല്ലെ, വോളിയം ഓഫ് ദി ക്യൂബ്സ്, ക്യൂബുകളുടെ വോളിയം അല്ലെ, എത്ര ക്യൂബ് ഉണ്ട് നമുക്ക് അറിഞ്ഞൂടാ. വോളിയം ഓഫ് ദി ക്യൂബ്സ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ക്യൂബോയിഡ്. ഇതാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം അല്ലെ. വോളിയം ഓഫ് ദി ക്യൂബും വോളിയം ഓഫ് ദി ക്യൂബോയിഡും ഈക്വൽ ആണ്. ഈ ക്യൂബ്സ് നമുക്ക് അറിഞ്ഞൂടാ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു ക്യൂബിന്റെ സൈഡ് എ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ എ ക്യൂബ് ആണ് എന്ന് പറയുമ്പോൾ 3 ക്യൂബ് ആണ് എന്ത് ഒരു ക്യൂബിന്റെ വോളിയം എന്നുള്ളത്. അങ്ങനത്തെ n നമ്പർ ഓഫ് ക്യൂബ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. ക്ലിയർ അല്ലേ? n ഇൻറ്റു 3 ക്യൂബ്, n ഇൻറ്റു 3 ക്യൂബ് ആണ് എന്താടാ, n ഇൻറ്റു 3 ക്യൂബ് ആണ്. ഇവിടെ വോളിയം ഓഫ് ദി ക്യൂബോയിഡ് എന്താ, അതിന്റെ സൈഡുകൾ വന്നിട്ടുണ്ട് 9, 6 ആൻഡ് 6 അല്ലെ. സോ 9 ഇൻറ്റു 6 ഇൻറ്റു 6 ഇതെന്തായിരിക്കണം, n നമ്പർ ഓഫ് ക്യൂബ്സിന് n ഇൻറ്റു 3 ക്യൂബിന് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഈ n ഇൻറ്റു 3 ക്യൂബ് എന്താ, 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് അല്ലെ. ഞാൻ അതിനെ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നാക്കി മാറ്റിയാണ്. ക്ലിയർ അല്ലേ? ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ, കൺഫ്യൂഷൻ ഒരു ചാൻസും ഇല്ല ഇവിടെ ഒന്നും. സോ ഇവിടെ 3 ആയി, ദെൻ ഈ 3യും 6ഉം ഇവിടെ കട്ട് ചെയ്ത് പോയി 2 ആയി, ദെൻ ഇവിടെ എന്തായി 2 ആയി, ദെൻ 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്താടാ, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 എന്താണ് 12 ആണ് എന്ത് നമ്മുടെ നമ്പർ ഓഫ് ക്യൂബ്സ് n എന്നുള്ളത്. ക്ലിയർ ആണോ? n നമ്പർ ഓഫ് ക്യൂബ്സ് എന്താണ് 12 അല്ലെ. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the largest sphere is cut off from a solid cube of side 6 centimeter. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ മെൻസുറേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 2D ആണെങ്കിലും 3D ആണെങ്കിലും കുറച്ച് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ സ്ഫിയർ എന്ന് പറയുമ്പോൾ ആ സ്ഫിയറിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു മൈൻഡിൽ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ വേണം. സ്ഫിയർ, ഹെക്സഗൺ, ഈ പറഞ്ഞ ഷേപ്പുകളൊക്കെ പറയുമ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമമായിട്ട് എന്ത് വേണം, ഈ ഷേപ്പ് എന്താണെന്നുള്ളൊരു ചിത്രം നമ്മൾ എന്ത് വേണം, നമ്മുടെ ഒരു മൈൻഡിനകത്ത് വേണം. സോ അതിനകത്താണ് നമ്മൾ പലതും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രീതിയിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉള്ളിൽ വേണം. ഓക്കെ, ദ ലാർജസ്റ്റ് സ്ഫിയർ ഈസ് കട്ട് ഓഫ് ഫ്രം എ സോളിഡ് ക്യൂബ് ഓഫ് സൈഡ്. അതായത് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഒരു ക്യൂബ് ഉണ്ടാവും അല്ലെ, ഒരു ക്യൂബ് 6 സെന്റിമീറ്റർ സൈഡിലുള്ള ഒരു ക്യൂബ്. ഓക്കെ, 6 സെന്റിമീറ്റർ ഓരോ സൈഡും 6 സെന്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ ഈ ക്യൂബിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണം, ഈ ക്യൂബിനകത്തുനിന്ന് ഞാനൊരു സ്ഫിയർ കട്ട് ഓഫ് ചെയ്യാണ് അല്ലെ. ഒരു സ്ഫിയറിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് വെറും ഒരു സ്ഫിയർ അല്ല, പകരം എന്താണ്, ഈ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് സ്ഫിയർ, അതായത് ഈ ഒരു ക്യൂബിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് സൈസുള്ള ക്യൂബാണ് എന്ന് പറയുമ്പോൾ അത്തരം ക്യൂബ് നിങ്ങൾ ഓർത്തിരിക്കുക. അത്തരം സ്ഫിയർ എന്നുള്ളത്, ആ സ്ഫിയർ എന്തായിരിക്കും, ഈ ക്യൂബിന്റെ എല്ലാ സൈഡുകളും ടച്ച് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, എല്ലാ സൈഡുകളും ടച്ച് ചെയ്യുന്ന ഒരു സ്ഫിയർ ആയിരിക്കും എന്ത്, എല്ലാ സൈഡുകളും ടച്ച് ചെയ്യുന്ന ഒരു സ്ഫിയർ ആയിരിക്കും ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസുള്ള സ്ഫിയർ എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു ഫേസ് കേട്ടോ, ഈ ഒരു ഫേസും ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ഫേസും മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡിസ്റ്റൻസ് എത്രയാടാ, ഈ രണ്ട് ഫേസുകൾ, രണ്ട് പാരലൽ ഫേസുകൾ, നമ്മുടെ ഈ ക്യൂബിന്റെ രണ്ട് പാരലൽ ഫേസുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം അതിന്റെ ഒരു സൈഡ് ആണ് അല്ലെ, സൈഡ് എ ആണ്. സോ ഈ സൈഡ് എ ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ സ്ഫിയറിന്റെ ഡയമീറ്റർ എന്നുള്ളത് അല്ലെ. ക്ലിയർ അല്ലേ? സ്ഫിയറിന്റെ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ എന്താടാ, ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്, ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു സൈഡ് ഓഫ് ദി
ക്യൂബ്. എല്ലാ സൈഡുകളിലും ഈ ക്യൂബ് ടച്ച് ചെയ്ത് സ്ഫിയർ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സൈഡുകളിലും ക്യൂബിന്റെ എല്ലാ സൈഡുകളിലും നമ്മുടെ സ്ഫിയർ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്തരം കേസുകളിൽ എന്ത് എഴുതാൻ പറ്റും? ഈ ക്യൂബിന്റെ ഒരു സൈഡ് എന്നുള്ളത് എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ദി സ്ഫിയറിന് ഈക്വൽ ആയിരിക്കും. ആ പറഞ്ഞ ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്ലിയർ ആണോടാ? ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു സൈഡ് ഓഫ് ദി ക്യൂബ്. നിങ്ങൾക്ക് ആ മൈൻഡിൽ ഈ ഒരു ഫിഗർ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആവണി, കുറച്ച് പേരൊക്കെ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജൂഹി, ജസ്ന, ജോസ്, അർജവ്. ഓക്കെ, സോ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു സൈഡ് ഓഫ് ദി ക്യൂബിന് ഈസ് ഈക്വൽ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണേണ്ട എന്താണ്? വോളിയം ഓഫ് ദി സ്ഫിയർ ആണ്. സോ ഇവിടെ നോക്കുക, ഒരു സൈഡ് എ ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സൈഡ് 6 ആണ് അല്ലെ? സൈഡ് 6 ആണ്. സോ നമ്മളെ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു എന്ത് വരുടാ? ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് വരും അല്ലെ? സോ റേഡിയസ് എന്താണ്? ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയസ് 3 ആണ്. അതിന്റെ പകുതി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി കാണേണ്ട എന്താണ്? വോളിയം ഓഫ് ദി സ്ഫിയർ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി സ്ഫിയർ കാണാൻ എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് ദി സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4/3 πr ക്യൂബ് ആണ് അല്ലെ? 4/3 πr ക്യൂബ് ആണ് ആക്ച്വലി എന്ത്? നമ്മുടെ വോളിയം ഓഫ് ദി സ്ഫിയർ. അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. വോളിയം ഓഫ് ദി സ്ഫിയർ എന്താണ്? 4/3 π ഇൻറ്റു r ഇൻറ്റു ക്യൂബ് ആണ് അല്ലെ? ആറിന്റെ ക്യൂബ് ആണ്, റേഡിയസിന്റെ ക്യൂബ് ആണ്. സോ 4/3 ഇൻറ്റു പൈ എന്താടാ? പൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പൈനൊന്നും ചെയ്തിട്ടില്ല അല്ലെ? ഓപ്ഷനകത്ത് എന്താണ്? ഓപ്ഷനകത്ത് നോക്കി, ഓപ്ഷനകത്ത് എല്ലാ ഓപ്ഷനിലും എന്തുണ്ട്? പൈ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പൈ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഓപ്ഷനിലും പൈ അങ്ങനെ തന്നെ കിടക്കണം. സോ ഞാൻ എന്ത് ചെയ്യണ്ട? ഇവിടെ കാണുന്ന പൈനെ ഒന്നും ചെയ്യാൻ പോണ്ട. പലപ്പോഴും നമ്മൾ പൈനെ 22/7 ആക്കാറുണ്ട്, അല്ലെങ്കിൽ 3.14 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.14 എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യേണ്ട. കാരണം എന്താണ്? ഓപ്ഷനകത്ത് എല്ലാത്തിന്റെയും ഓപ്ഷനകത്ത് എന്തുണ്ട്? പൈ എന്നുള്ളത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. സോ 4/3 അല്ലെ? 4/3 π ഇൻറ്റു r എന്താണ്? r നമ്മൾ പറഞ്ഞു റേഡിയസ് 3 ആണ്. സോ 3 ഇൻറ്റു r ക്യൂബ് ആണ് വേണ്ടത്. 3 ഇൻറ്റു 3 ആണ്. ഈ മൂന്നും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? ഇവിടെ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 4 36 അല്ലെ? സോ 36 π ആണ് എന്ത്? ആൻസർ. ക്ലിയർ അല്ലേ? 36 π ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A closed wooden rectangular box is made of 1 centimeter thick wood. Whose outer dimensions are as follows. എന്താണ് dimensions? outer dimensions എന്തൊക്കെയാണ്? ലെങ്ത് 22, ബ്രെഡ്ത്ത് 17, ഹൈറ്റ് 12. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ് ഓർത്തിരിക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ടർ ഡയമെൻഷൻസ് ആണ് അല്ലെ? ഔട്ടർ ഡയമെൻഷൻസ് ഓഫ് ദി ക്യൂബ് ആണ്. ക്യൂബ് അല്ല, ക്യൂബോയിഡ് ആണ്. ഔട്ടർ ഡയമെൻഷൻസ് ഓഫ് ദി ഈ പറഞ്ഞ വുഡൻ ബോക്സ് എന്ന് പറയുമ്പോൾ ക്യൂബോയിഡ്. ക്യൂബ് ആണെങ്കിൽ എന്തായിരിക്കും? എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ എല്ലാ സൈഡുകളും ഈക്വൽ അല്ല. സ്ഥലത്ത് എന്താണ്? ക്യൂബോയിഡ് ആണ് അല്ലെ? സോ ഈ പറഞ്ഞ് തന്നിരിക്കുന്ന നമ്മുടെ ക്യൂബോയിഡിന്റെ അല്ലെങ്കിൽ വുഡൻ ബോക്സിന്റെ എല്ലാ സൈഡുകളും നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് സിമെന്റ്. ഇവിടെ നോക്കുക, ഈ നിങ്ങളെ ഇതൊരു കീവേഡ് ആണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. തിക്ക് എന്നുള്ള തിക്നെസ് എന്നൊക്കെ നിങ്ങളെ ക്വസ്റ്റ്യനകത്ത്, മെൻസുറേഷന്റെ ക്വസ്റ്റ്യനകത്ത് തിക്നെസ് എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ഓർത്തിരിക്കുക. ഇത് എന്തിന്റെ സിമ്പിളാടാ? ഈ തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇത് ഹോളോ ഷേപ്പ് ആണ്. എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. തിക്നെസ് എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത്, ഈ പറഞ്ഞ തിക്നെസ് എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഹോളോ ഷേപ്പ് ആണെന്നുള്ള എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഹോളോ ഷേപ്പ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നോക്കുക, എ ക്ലോസ്ഡ് വുഡൻ റെക്ടാങ്കുലർ ബോക്സ്. ഇതെന്താണ് ശരിക്കും? ഇതൊരു ഹോളോ ബോക്സ് ആണ്. ഹോളോ ബോക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനകത്ത് സിമെന്റ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതും കൂടെ ഉണ്ടല്ലോ അല്ലെ? ക്വസ്റ്റിനകത്ത് അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് വേണ്ടത് ഒരു ഹോളോ ഷേപ്പുള്ള ഒരു ബോക്സ് ആണ് അല്ലെ? ഒരു മെറ്റാലിക് ബോക്സ്. ഈ മെറ്റാലിക് ബോക്സിന് എന്തുണ്ട്? ഒരു തിക്നെസ് ഉണ്ട് അല്ലെ? ഒരു മെറ്റാലിക് ബോക്സ് ഉണ്ട് എന്റെ കയ്യിൽ. ഈ ബോക്സിന് എന്തുണ്ട്? ഈ ബോക്സിന് ഒരു തിക്നെസ് ഉണ്ട്. ആക്ച്വലി എന്താണ്? ഞാൻ വരച്ചിരിക്കുന്നത് ക്ലോസ്ഡ് ബോക്സ് ആണെങ്കിലും ശരിക്കും എന്താണ്? ഇതൊരു ഓപ്പൺ ബോക്സ് ആണെങ്കിലും ക്വസ്റ്റ്യനിൽ എന്താണ്? ഇതൊരു ക്ലോസ്ഡ് ബോക്സ് ആണ്. എല്ലാ സൈഡുകളും ഉണ്ട് അല്ലെ? സോ ഇങ്ങനെ ഒരു ബോക്സ് എന്റെ കയ്യിലുണ്ട്. ഈ ബോക്സിനകത്ത് എന്തുണ്ടടാ? ബോക്സിന് തിക്നെസ് തന്നിട്ടുണ്ട്. ഈ തിക്നെസ്സിനകത്ത് അതായത് ഒരു എന്താ പറയുക, തിക്നെസ് തന്നുകൊണ്ട് ഇതെന്താണ്? ഒരു ഹോളോ ബോക്സ് ആണ്. സോ ഇതിനകത്ത് ആരും ഉണ്ടാവില്ല. ആക്ച്വലി ഈ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അകത്ത് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സിമെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലെ? അകത്ത് ഇതിന്റെ ഇൻസൈഡിൽ സിമെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ വീടുകളിലൊക്കെ എന്ത് ചെയ്യും? ഡംബെല്ലൊക്കെ ഉണ്ടാക്കാൻ
വേണ്ടിയിട്ട് സിമെന്റ് ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ? ആ സെയിം പ്രൊസീജിയറാണ് ഇവിടെ ആവർത്തിക്കുന്നത്. എന്താണ്? ഇതിനകത്ത് സിമെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഈ സിമെന്റിന്റെ വോളിയം ആണ് ക്വസ്റ്റ്യൻ അല്ലെ? കംപ്ലീറ്റ്ലി, അതായത് ഈ ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എമൗണ്ട് ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സിമെന്റിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? സിമെന്റിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇൻസൈഡില് നമ്മുടെ ഈ ക്യൂബ് വേർഡിന് എത്ര വോളിയം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? നമുക്ക് ഈ സിമെന്റിന്റെ വോളിയം കാണാൻ പറഞ്ഞത് ആക്ച്വലി കാണേണ്ട എന്താണ്? ഈ പറഞ്ഞ സിമെന്റിന്റെ വോളിയത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ കാണേണ്ടത് ഈ പറഞ്ഞ ഓപ്പൺ ബോക്സിന്റെ ഇൻസൈഡ് വോളിയം ആണ് കാണേണ്ടത്. ആ പറഞ്ഞ ക്ലിയർ ആണോ? ഇൻസൈഡ് വോളിയം ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. സോ വോളിയം ഇൻസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇൻസൈഡിലെ വോളിയം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇൻസൈഡിലെ ഡയമെൻഷൻസ് വേണം അല്ലെ? ഇൻസൈഡിലെ ഡയമെൻഷൻസ് വേണം. ഇൻസൈഡിലെ ഡയമെൻഷൻസ് അറിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഔട്ടർ ഡയമെൻഷൻസ് ആണ് അല്ലെ? ഔട്ടർ ഡയമെൻഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ഔട്ടർ ഡയമെൻഷൻസിൽ നിന്നും നമുക്കറിയാം 1 സെന്റിമീറ്റർ തിക്ക് എന്നുള്ളതാണ് അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ എന്താണ്? 1 സെന്റിമീറ്റർ തിക്കാണ് അല്ലെ? ക്വസ്റ്റ്യൻ 1 സെന്റിമീറ്റർ തിക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലെങ്ത് മാത്രം എടുക്കുകയാണെങ്കിൽ, ഇവനാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ ഇവിടെയും 1 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ട്, ഇവിടെയും 1 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ട്. ടോട്ടല് നമുക്ക് ഈ സിമെന്റ് നടക്കുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ? ഇത്രയും പാർട്ടിലാണ് സിമെന്റ് നടക്കുന്നത്. ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഇത്രയും ഭാഗം 22 സെന്റിമീറ്റർ ആണ് അല്ലെ? ഇത്രയും ഭാഗം 22 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1 സെന്റിമീറ്റർ പോകും, ഇവിടുന്ന് 1 സെന്റിമീറ്റർ പോകും. ബാക്കി ഇതിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ എന്താടാ? രണ്ട് സൈഡിൽ നിന്ന് 22 നിന്ന് 2 സൈഡിൽ 2 പോയി കഴിഞ്ഞാൽ 1 വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ടോട്ടൽ 2 പോയി. സോ ടോട്ടൽ എന്തായിരിക്കും? 20 ആയിരിക്കും എന്ത്? ഇൻസൈഡുള്ള ലെങ്ത്. ക്ലിയർ അല്ലേ? ആ പറഞ്ഞ ക്ലിയർ ആണോ? ഇൻസൈഡുള്ള ലെങ്ത് നമുക്ക് കാണേണ്ട എന്താണ്? വോളിയം ഇൻസൈഡ് ആണ്. വോളിയം ഇൻസൈഡ് കാണണമെങ്കിൽ ലെങ്ത് ഇൻസൈഡ് കിട്ടണം, ബ്രെഡ്ത്ത് ഇൻസൈഡ് കിട്ടണം, ഹൈറ്റ് ഇൻസൈഡ് കിട്ടണം. സോ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഇൻസൈഡ് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താടാ? ലെങ്ത് മൈനസ് 2 ടൈംസ് ഓഫ് തന്നിരിക്കുന്ന തിക്നെസ് ടി. ഓക്കെ, ലെങ്ത് മൈനസ് 2 ടൈംസ് ഓഫ് തിക്നെസ് ടി. ദെൻ ബ്രെഡ്ത്ത് കാണാൻ L ഡാഷ് ഇത്. ദെൻ B ഡാഷ്, അതായത് ഇൻസൈഡിലുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ B മൈനസ് 2 ടൈംസ് ഓഫ് തിക്നെസ്. ആൻഡ് ആൾസോ ഹൈറ്റിന്റെ ഡാഷ്, ഇൻസൈഡിലുള്ള ഹൈറ്റ് H ആണെങ്കിൽ എന്താണ്? H മൈനസ് 2 ടൈംസ് ഓഫ് തിക്നെസ്. ഇതൊരു ഇക്വേഷൻ ആയിട്ട് ജസ്റ്റ് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് തിക്നെസ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻസൈഡിലുള്ള ഡയമെൻഷൻസ് കാണാൻ എന്തൊക്കെയാണ്? L ഡാഷ് എന്ന് പറയുമ്പോൾ, അതായത് ഇൻസൈഡിലുള്ള ലെങ്ത് ആണ് L ഡാഷ് ഞാൻ എടുത്തത്. സോ L മൈനസ് 2T, B മൈനസ് 2T ആൻഡ് H മൈനസ് 2T ആയിരിക്കും എന്ത്? നമ്മുടെ, അതായത് T എന്താണ് ഇവിടെ? T എന്നുള്ളത് ഇവിടെ തിക്നെസ് ആണ് കേട്ടോ. T എന്ന് പറഞ്ഞാൽ എന്താണ്? T എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. ഓക്കെ, T തിക്നെസ് ആണ്. സോ ഓരോ ഡയമെൻഷൻസും കിട്ടും. സോ ഇവിടെ പറയും, നമ്മുടെ ഈ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കുക, L ഇൻസൈഡ് എന്താ? L മൈനസ് 22 മൈനസ് 2 ഇൻറ്റു 22 മൈനസ് 2 ഇൻറ്റു 1 സെന്റിമീറ്റർ തിക്നെസ് ആണ് T അല്ലെ? T എന്താണ്? T എന്ന് പറയുന്നത് 1 ആണ്. 1 സെന്റിമീറ്റർ തിക്നെസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ 2 ഇൻറ്റു 1 എന്താടാ? 22 മൈനസ് 2 എന്ന് പറയുമ്പോൾ 20. ദെൻ ഇൻസൈഡിലുള്ള ബ്രെഡ്ത്ത് എന്താ? ഇൻസൈഡിലുള്ള ബ്രെഡ്ത്ത് പറയുമ്പോൾ 17 മൈനസ് 2 എന്നുള്ളതായിരിക്കും അല്ലെ? 17 മൈനസ് 2T ആണ്. സോ 15 ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ ഹൈറ്റ് ഡാഷ് എന്താടാ? ഹൈറ്റ് ഡാഷ് ഇൻസൈഡിലുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ 12 മൈനസ് 2 എന്താടാ? 10 ആണ്. സോ ഇൻസൈഡിലുള്ള വോളിയം എന്താണ്? V ഡാഷ്, ഇൻസൈഡിലുള്ള വോളിയം ഇൻസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത് ഡാഷ് ഇൻറ്റു ബ്രെഡ്ത്ത് ഡാഷ് ഇൻറ്റു ഹൈറ്റ് ഡാഷ് എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 15 ഇൻറ്റു 10. 20 ഇൻറ്റു 15 ഇൻറ്റു 10, 15 ഇൻറ്റു 2 30. ദെൻ ആൻസർ എന്തായിരിക്കും? 3000. ക്ലിയർ അല്ലേ? 3000. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേടാ? ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഈ കീവേഡ് എന്തായാലും ഓർത്തിരിക്കണം. ഈ തിക്നെസ് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ്? ഹോളോ ഷേപ്പ് ആയിരിക്കും. ദെൻ തിക്നെസ് എത്ര നോക്കുക. ദെൻ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇൻസൈഡിൽ കാണാം. ദെൻ ചില സമയത്ത് എന്ത് ചെയ്യും? ഇൻസൈഡിൽ തന്നിട്ട് ഔട്ട് സൈഡിൽ ചോദിക്കും. സോ അപ്പൊ ആ സമയത്ത് എന്താവും? ഇൻസൈഡിൽ തന്നിട്ട് ഔട്ട് സൈഡിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ L പ്ലസ് 2T ആവും. ഇൻസൈഡിലുള്ളതാണ് ലെങ്ത് L എന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡിലേക്ക് എന്ത് പോകും? 2 ടൈംസ് ഓഫ് T അല്ലെ? L പ്ലസ് 2T, B പ്ലസ് 2T, H പ്ലസ് 2T ആയി മാറും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇക്വേഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ തന്നെ. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. The circumference of the base of a right circular cylinder is 176 centimeter and its height is 12. Find the total surface area of the cylinder.
ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിലിണ്ടർ അല്ലെ? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിലിണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിലിണ്ടർ, ഇതാണ് സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ ആയി. ദെൻ ഈ സിലിണ്ടറിന്റെ സർക്കംഫറൻസ് ഓഫ് ദി ബേസ് അല്ലെ? സിലിണ്ടറിന്റെ താഴെയും മുകളിലും സെയിം സർക്കിൾസ് ഉണ്ടാവും. ഇതിന്റെ സർക്കംഫറൻസ് എന്താണ്? ഇതിന്റെ സർക്കംഫറൻസ് ആണ് എന്ത്? 176 അല്ലെ? സർക്കംഫറൻസ് പറയുമ്പോൾ എന്താണ്? സർക്കംഫറൻസ് പറയുമ്പോൾ ഇതിന്റെ ചുറ്റളവാണ് അല്ലെ? ഇതിന്റെ ഈ ഒരു സർക്കുലാർ ഫേസിന്റെ ചുറ്റളവാണ് എന്ത് നമുക്ക് തന്നിരിക്കുന്നത്? 176 എന്നുള്ളത്. ക്ലിയർ അല്ലേ? 176. ദെൻ അടുത്ത എന്താണ്? ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 12 സെന്റിമീറ്റർ. എടാ ഇവിടെ ഈ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെ? സർക്കിളിന്റെ സർക്കംഫറൻസ് പറയുമ്പോൾ എന്താണ്? സർക്കിളിന്റെ ബേസ് എന്താണ്? സർക്കിൾ ആണ് ബേസ്. സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ് 176. ഇവിടെ നോക്കുക, നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കേണ്ടത്, റേഡിയസ് 7 ആണെങ്കിൽ, ഒരു സ്പെഷ്യൽ കേസ് ആണ്, സ്പെഷ്യൽ കേസ് അല്ല, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഓർത്തിരിക്കുക. റേഡിയസ് 7 ആവുന്ന കേസിൽ ഏരിയ വരുന്നത് 154ഉം പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് പെരിമീറ്റർ വരുന്നത് 44 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റേഡിയസ് 7 വരുന്ന കേസിൽ റേഡിയസ് 7 യൂണിറ്റ് ആണെങ്കിൽ അത് 7 സെന്റിമീറ്ററോ അല്ലെങ്കിൽ മീറ്ററോ എന്തോ ആയിക്കോട്ടെ, റേഡിയസ് 7 യൂണിറ്റ് ആണെങ്കിൽ ഏരിയ എന്നുള്ളത് 154 യൂണിറ്റ് സ്ക്വയറും ആൻഡ് പെരിമീറ്റർ എന്നുള്ളതാണ് 44 യൂണിറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ ഇതേ കേസിൽ റേഡിയസ് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്തു? 7K എന്ന് എടുത്തു. ഓക്കെ, റേഡിയസ് 7K ആണെങ്കിൽ ഏരിയ എന്നുള്ളത് എന്താണ്? 154 ഇൻറ്റു കെ സ്ക്വയറും പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്നുള്ള എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്നുള്ളത് 44 ഇൻറ്റു കെ ആണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 44 ഇൻറ്റു കെ ആണ്. 44 ഇൻറ്റു കെ. ഓക്കെ, ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, റേഡിയസ് 7 ആണെങ്കിൽ ഉള്ള രണ്ട് കേസുകൾ ഏതൊക്കെയാണ്? ഏരിയയും പെരിമീറ്ററും. റേഡിയസ് 7 ആണെങ്കിൽ, ഇത് ഞാൻ പറയാൻ കാരണം, ഈ റെയിൽവേ ആണെങ്കിലും SSC ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? റേഡിയസ് 7 ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് 7 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. സോ അത് നമ്മൾ ജസ്റ്റ് അങ്ങ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാൽക്കുലേഷൻ 22/2πr ആണെങ്കിൽ 2 × 22/7 × r, അല്ലെങ്കിൽ πr സ്ക്വയർ ആണെങ്കിൽ π × 22/7 × r സ്ക്വയർ എന്നുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് പോയി കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തിരിക്കുക. റേഡിയസ് 7 ആണെങ്കിലും അതുപോലെ തന്നെ റേഡിയസ് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിലുള്ള കേസുകൾ ഏരിയ 154, പെരിമീറ്റർ 44 അല്ലെങ്കിൽ സർക്കംഫറൻസ് 44. ദെൻ അതേ കേസിൽ 7K ആണെങ്കിൽ ഏരിയ 154 ഇൻറ്റു കെ സ്ക്വയർ ആയിരിക്കും, പെരിമീറ്റർ എന്തായിരിക്കും? 44 ഇൻറ്റു കെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ എന്ത് യൂസ് 22/7 ഒക്കെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ദെൻ ഇവിടെ നോക്കുക, സർക്കംഫറൻസ് ഓഫ് ദി ബേസ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കംഫറൻസ് ഓഫ് ദി ബേസ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദി ബേസ് എന്താണ്? ഈ ബേസ് സർക്കിൾ ആണ്. സോ ഇത് സർക്കിളിന്റെ കേസിലാട്ടോ, നമുക്കറിയാലേ ഏരിയ ഈ പറഞ്ഞ റേഡിയസ് ഒക്കെ ആർക്കാണ്? റേഡിയസ് ഉള്ള സർക്കിളിലാണ് അല്ലെ? സോ സർക്കിളിന്റെ പെരിമീറ്റർ 176. സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? സർക്കിളിന്റെ പെരിമീറ്റർ 176 ആണ്. ഇവിടെ നോക്കുക, ഈ 176 എന്താണ്? 176 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 44 ഇൻറ്റു 4 അല്ലേ? 176 എന്താണ്? 44 ഇൻറ്റു 4 ആണ്. സോ ഇവിടെ നോക്കുക, ഇതെന്താണ്? 44K കെ എന്ത് വന്നു? കെ എന്നുള്ളത് 4 വന്നു. ക്ലിയർ അല്ലേ? കെ 4 ആണെങ്കിൽ ഇവിടെ നോക്കടാ, കെ 4 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് 7K ആണ് എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 4 ആണ്. ക്ലിയർ അല്ലേ? എന്ന് പറയുമ്പോൾ 28 ആയിരിക്കും എന്ത്? റേഡിയസ് വരുന്നത്. ക്ലിയർ ആണോ? 28 ആയിരിക്കും നമ്മുടെ റേഡിയസ് വരുന്നത്. ദെൻ ഫൈൻഡ് ദി ടോട്ടൽ സർഫസ് ഏരിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഈ പറഞ്ഞ സിലിണ്ടർ എന്നുള്ളത് ഇക്വേഷൻ ഓർത്തിരിക്കുക, 2πr ഇൻറ്റു r പ്ലസ് h എന്നുള്ളതാണ്. അതായത് 2πr h ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ? ഇത് ലാറ്ററൽ സർഫസ് ഏരിയകളാണ് ഈ പറഞ്ഞ ചുറ്റിലുള്ളത് അല്ലെ? ലാറ്ററൽ സർഫസുകളാണ് സിലിണ്ടറിന്റെ ഈ പറഞ്ഞ ചുറ്റുന്നുള്ള അളവാണ് ഇത് ലാറ്ററൽ സർഫസ് ഏരിയ. ദെൻ ഇതെന്താണ്? ഇത് രണ്ടും ബേസ് ഏരിയകളാണ്. ഓക്കെ, ഇത് രണ്ടും ബേസ് ഏരിയകളാണ്. സോ രണ്ട് ബേസ് ഏരിയകളുടെയും ഒരു ലാറ്ററൽ സർഫസ് ഏരിയയുടെയും കോമ്പിനേഷൻ ആണ് എന്ത്? നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ഈ പറഞ്ഞ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ 2πrh ആണ്. ഇതിന്റെ ഓരോ ബേസ് ഏരിയകളും എന്താണ്? ഓരോ ബേസ് ഏരിയകളും πr സ്ക്വയർ, ഇവിടെ πr സ്ക്വയർ, ഇവിടെയും πr സ്ക്വയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും 2πr ഇൻറ്റു r പ്ലസ് h അല്ലെ? ടോട്ടൽ സർഫസ് ഏരിയ 2πr ഇൻറ്റു r പ്ലസ് h. ഇവിടെ നോക്കടാ, ആക്ച്വലി 2πr എന്താ? 2πr എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആണ് അല്ലെ? റേഡിയസ് 6 ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് എന്ത്? 2πr. ഇവിടെ തന്നിരിക്കുന്നു
സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്താണ് 176. സോ റൗണ്ട് സർഫസ് ഏരിയ എന്താണ് 176 ഇൻറ്റു ആർ പ്ലസ് എച്ച്. ആർ ഞാൻ ഇവിടെ കണ്ടു എന്താണ് 28 ആണ് അല്ലെ, 28 ആണ്. ഹൈറ്റ് എന്താ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 12 ആണ്. ഹൈറ്റ് 12. സോ റേഡിയസ് 28 പ്ലസ് 12 എന്താണ് 176 ഇൻറ്റു 40 എന്നുള്ളതാണ്. സോ ആൻസർ എന്ത് കിട്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 176 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 0 വരണം. സോ ഈ ഓപ്ഷൻ പോയി. ദെൻ ബാക്കിയുള്ള എന്താണ് ഇവിടെ 6 4 24. സോ ലാസ്റ്റ് 4 വരണം അല്ലെ. സോ ഓപ്ഷൻ ബിയോ. ദെൻ ഇവിടെ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ ഈ മെൻസുറേഷനകത്ത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സർക്കിളിന്റെ കേസിൽ വരുന്ന കേസിലൊക്കെ, സർക്കിൾ എന്നല്ല, നിങ്ങൾ എവിടെ ഇക്വേഷനകത്ത് പൈ യൂസ് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇക്വേഷനകത്ത് നിങ്ങൾ പൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താടാ, പൈ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പൈ എന്നുള്ളത് 22/7 ആണ് അല്ലെ. പൈ എന്ന് പറഞ്ഞാൽ എന്താണ് 22/7 ആണ്. സോ ഈ 22 ആരുണ്ട്, 22 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് 11 × 2 എന്നാണല്ലോ. സോ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ പൈ എന്നുള്ളൊരു വാല്യൂ നിങ്ങൾ ഈ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ പറഞ്ഞ സിലിണ്ടർ, സർക്കിള്, അല്ലെങ്കിൽ വേറെ എന്താ പറയാ നമ്മുടെ കോണ്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈ എന്നുള്ളൊരു ഇക്വേഷൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ പൈ ഉള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, പൈ എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഇക്വേഷനകത്ത് വോളിയം അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ദി ഈ പറഞ്ഞ സ്ഫിയർ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ സർക്കിൾസ് അല്ലെങ്കിൽ സിലിണ്ടേഴ്സ്, ദെൻ അത്തരം കാര്യങ്ങളിലൊക്കെ പൈ യൂസ് ചെയ്യുന്ന ഇക്വേഷനിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 11ന്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കളഞ്ഞു കഴിഞ്ഞു. ദെൻ 7 4 13. 11ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ ചെക്ക് ചെയ്യാം, 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി അല്ലെ. നമ്മൾ ഈ നമ്പർ സിസ്റ്റം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണത് ഡിവിസിബിലിറ്റി റൂൾസിൽ. സോ ഈ പറഞ്ഞ 7 4 13, 13 മൈനസ് ഈ 6 + 0 അല്ലെ. ഇവിടെ എന്താണ് 7 4 11, 11 മൈനസ് 6 + 0 എന്താടാ 6. സോ ഇതെന്താണ് 5 ആണ് ഡിഫറൻസ് വരുന്നത്. ഇതെന്താണ്, ഇത് 11 അല്ലെങ്കിൽ 0, 11ന്റെ മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ 0, ഈ ഡിഫറൻസ് എന്ത് വരണം, ആൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ ആൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മിന്റെ ഡിഫറൻസ് എന്ത് വേണം നമുക്ക്, ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 11 വരണം. ഇത്തരം കേസുകളിൽ മാത്രമേ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. സോ ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ ബി അല്ല. ദെൻ ഇതെന്താണ് 7 4 11, ഇവിടെ എന്ത് വരും 11 മൈനസ് 0, 11 മൈനസ് 0 എന്താടാ 11 ആണ്. സോ ഇതാണ് 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതൊരു പോസിബിലിറ്റി ആണ്. ദെൻ അടുത്തത് ഓപ്ഷൻ ഡിയിലാണെങ്കിൽ 7 6 13 അല്ലെ, 13 മൈനസ് 4, 13 മൈനസ് 4 എന്താടാ 9 ആണ്. സോ ഇവനല്ല, ഈ ഓപ്ഷൻ ബിയും എയും അല്ല. സോ ആര് മാത്രമായിരിക്കും, ഓപ്ഷൻ സി മാത്രമായിരിക്കും. ആൻസർ എന്തായിരിക്കും 7040. ക്ലിയർ അല്ലേ, ക്ലിയർ ആണോ പറഞ്ഞത്, ക്ലിയർ ആണോടാ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഇനി മുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് 11ന്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യേണ്ട ബേസിക് രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്, 2πr × r + h. ഓക്കെ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്നുള്ളതാണ് 2πr × r + h ആണ്. സോ ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. ദെൻ ഇവിടെ നിങ്ങൾ നോക്കേണ്ട എന്താണ്, എപ്പോഴും ഇത്ര ഒന്നും ചെയ്യാൻ പോകരുത്. നമുക്കറിയാം ഇതിനകത്ത് ടോട്ടൽ സർഫസ് ഏരിയക്കകത്ത് ആരുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയക്കകത്ത് 2πr അല്ലെ, 2πr × r + h ആണ്. സോ നമുക്കറിയാം ഈ പൈ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഓപ്ഷൻ എന്തായിരിക്കണം 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ദെൻ ഒന്നിലധികം 11ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ കേസിലാണെങ്കിൽ ഒരൊറ്റ 11ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ, ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന് ആൻസർ ചെയ്യാം. പക്ഷെ ഇവിടെ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, in a right circular cylinder, the ratio of the curved surface area to the total surface area is. അതായത് വീണ്ടും ഇവിടെ എന്താണ്, സിലിണ്ടർ ആണ് ക്വസ്റ്റ്യൻ. സോ സിലിണ്ടറിന്റെ കേസിൽ നമുക്ക് വേണ്ട എന്തൊക്കെയാണ്, ഒന്ന് കെർവ്ഡ് സർഫസ് ഏരിയ അല്ലെ. നമ്മുടെ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് സിലിണ്ടറിന്റെ കെർവ്ഡ് സർഫസ് ഏരിയ. ഇതാണെന്ത്, കെർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ളത് ഈ പറഞ്ഞ ലാറ്ററൽ സർഫസ് ഏരിയയാണ്. ഈ പറഞ്ഞ രണ്ടുപേരെന്താണ്, ലാറ്ററൽ സർഫസ് ഏരിയയും കെർവ്ഡ് സർഫസ് ഏരിയയും ഈ സിലിണ്ടറിനകത്ത് സെയിം ആണ് അല്ലെ. ഈ പറഞ്ഞ ചുറ്റിലുള്ള സർഫസ് ആണ്, ലാറ്ററൽ ആയിട്ട് കിടക്കുന്ന സർഫസ് ആണ്. ദെൻ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ, നമുക്കറിയാം ഈ ലാറ്ററൽ സർഫസ് ഏരിയക്കുള്ള ഇക്വേഷൻ എന്താണ്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് 2πr × h ആണ്. ഓക്കെ, 2πr × h ആണ് എന്ത് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ
ഈ പറഞ്ഞ കർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ളത്. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 2πr ഇൻറ്റു r പ്ലസ് എച്ച് എന്നുള്ളതാണല്ലോ അല്ലെ. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 2πr ഇൻറ്റു r പ്ലസ് എച്ച് എന്നുള്ളതാണ്. സോ നമുക്കറിയാം റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. റേഷ്യോ എന്ന് പറയുമ്പോൾ ആരുടേതാണ്? കർവ്ഡ് സർഫസ് ഏരിയ ടു ദി ടോട്ടൽ സർഫസ് ഏരിയ എന്നുള്ളതാണ് ഇക്വേഷൻ. കർവ്ഡ് സർഫസ് ഏരിയ എന്താടാ? കർവ്ഡ് സർഫസ് ഏരിയ 2πr h ആണ്. 2πr ഇൻറ്റു h ആണ്. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ 2πr ഇൻറ്റു r പ്ലസ് h ആണ്. ക്ലിയർ ആണല്ലോ. സോ 2πr ഇവിടെ കട്ട് ചെയ്ത് പോയി. ദെൻ ബാക്കി എന്ത് കിട്ടും? h ഡിവൈഡഡ് ബൈ r പ്ലസ് h. h ഡിവൈഡ് ബൈ r പ്ലസ് h റേഷ്യോ ആണ് എന്ത്? 3 ഡിവൈഡഡ് ബൈ 7 അല്ലെ. h ഡിവൈഡ് ബൈ r പ്ലസ് h റേഷ്യോ ആണ് 3 ഡിവൈഡ് ബൈ 7. ഇവിടെ നോക്കുക, ഞാൻ ഈ h ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി r എന്ത് കിട്ടണം? r 4 കിട്ടണം. എപ്പോഴേ നമുക്ക് സം 7 കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ h ഞാൻ ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ r 4. സോ ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു ദ റേഡിയസ് അല്ലെ. ഹൈറ്റ് ടു ദി റേഡിയസ്. ഹൈറ്റ് എന്താണ് അവിടെ? ഹൈറ്റ് 3 ആണ്. ആൻഡ് റേഡിയസ് എന്താണ്? റേഡിയസിന് കിട്ടിയത് 4 ആണ്. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ഈ ഒരു കേസിൽ ഞാൻ ഇത്രയും കൂടെ പറയാം. ഒരു ചെറിയൊരു അഡീഷണൽ പോയിന്റ് ഇവിടെ നോക്കുക. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ബേസ് ഏരിയകളാണ് അല്ലെ. ഇത് രണ്ടും സർക്കുലർ ഫേസുകളാണ്. ഈ സർക്കുലർ ഫേസുകൾ രണ്ടും എന്താണ്? ബേസ് ഏരിയകളാണ്. സോ ഇവിടെ നോക്കുക, നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ. ഞാൻ വേറെ സിലിണ്ടർ എടുക്കുകയാണ്. ഈ സിലിണ്ടറിനകത്ത് കർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ളത് 3 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. കർവ്ഡ് സർഫസ് ഏരിയ 3 ആണ്. ഇനി ബാക്കി നോക്കുക, ടോട്ടൽ സർഫസ് ഏരിയ തന്നിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ 7 ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ആരൊക്കെ വരും? ഒന്ന് ഈ കർവ്ഡ് സർഫസ് ഏരിയ വരും, 2 ബേസ് ഏരിയകൾ വരും അല്ലെ. 2 ബേസ് ഏരിയകൾ. ഈ 2 ബേസ് ഏരിയകൾ എന്താണ്? ഈക്വൽ ആണ്. കാരണം 2 സെയിം റേഡിയസ് ഉള്ള സർക്കിൾസ് ആണ്. സോ ഇവിടെ നോക്കുക, 3 യൂണിറ്റ് ഞാൻ ഈ കർവ്ഡ് സർഫസ് ഏരിയക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്രയാണ്? ബാക്കിയുള്ള 4 ആണ് അല്ലെ. സോ ഈ 4 യൂണിറ്റ് എങ്ങനെ വരണം? ഈ 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ 2 ഉണ്ടാകും, ഇവിടെ 2 ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ആയിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇവിടെ 2ഉം ഇവിടെ 2ഉം. ക്ലിയർ ആണോ? സോ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, മുകളിൽ എന്താണ്? മുകളിൽ സർക്കിൾ ആണ്, πr² ആണ്. താഴെ ഈ പറഞ്ഞ 3 വരുന്നത് എന്താടാ? 3 വരുന്നത് 2πrh ഭാഗമാണ് അല്ലെ. 2πrh ഭാഗമാണ്. സോ പയ്യും കട്ട് ചെയ്ത് പോയി, റേഡിയസ് പോയി. ദെൻ ബാക്കി എന്ത് കിട്ടും? r ഡിവൈഡഡ് ബൈ 2h ആണ് എന്ത് വരുന്നത്? നമ്മുടെ 2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? സോ r/h ഇവിടെ നിന്ന് കിട്ടും? r/h എന്നുള്ളത് ഈ 2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 4/3 അല്ലേ. സോ ഇങ്ങനെയും എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഇക്വേഷൻസ് അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ആ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tent is cylindrical up to a height 6 meter and conical above it. The diameter of the base is 90 meter and the height of the conical part is 28. What is the area of the canvas used in making it എന്നുള്ള. സോ ഇവിടെ എന്താണ്? ഒരു സിലിണ്ടറിന്റെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, സിലിണ്ടറിക്കൽ അപ് ടു എ ഹൈറ്റ് 6 മീറ്റർ അല്ലെ. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണ്. എ കോണിക്കൽ ഷേപ്പ് അബോവ് ഇറ്റ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ മുകളിലേക്ക് ഒരു കോൺ വരച്ചു. ഇത്രയും ഭാഗം അല്ലെ, ഒരു സർക്കിള്. ദെൻ അതിന്റെ ബേസ് സർക്കിൾ ആണ്. സോ ഒരു കോണിക്കൽ ഷേപ്പ്. ദെൻ ദ ഡയമീറ്റർ ഓഫ് ദി ബേസ് ഈസ് 45. സോറി, ഡയമീറ്റർ 90. ഡയമീറ്റർ 90 ആണെങ്കിൽ റേഡിയസ് എന്താണ്? റേഡിയസ് എന്നുള്ളത് റേഡിയസ് 45 ആയിരിക്കും അല്ലെ. ഡയമീറ്റർ 90 ആണെങ്കിൽ റേഡിയസ് എന്താണ്? റേഡിയസ് 45 ആയിരിക്കും. ക്ലിയർ അല്ലേ? റേഡിയസ് 45 ആണ്. സോ ദ ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ പാർട്ട്. ഇവിടെ നോക്കുക, ഈ ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ പാർട്ട് എന്താ? ഇതാണ് കോണിക്കൽ പാർട്ട് വരുന്നത്. ഈ കോണിക്കൽ പാർട്ടാണിത്. ഈ കോണിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ് വരുന്നത്? ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ പാർട്ട് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ പാർട്ട് 28 ആണ്. ക്ലിയർ ആണല്ലോ? ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ പാർട്ട് എന്നുള്ളത് ഈ കോണിന്റെ ടോട്ടൽ ഹൈറ്റ് 28 ആണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ക്യാൻവാസ് യൂസ്ഡ്? ഇവിടെ ഏരിയ ഓഫ് ദി ക്യാൻവാസ് യൂസ്ഡ് എന്താണ്?
ഏരിയ ഓഫ് ദി ക്യാൻവാസ് ആണ്. ഇവിടെ നോക്കുക, ഞാൻ ഉണ്ടാക്കുന്ന എന്താണ്, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെന്റ് ആണ് അല്ലെ. ടെന്റ് എന്ന് പറയുമ്പോൾ താഴത്തെ ഏരിയ എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അതിനകത്ത് കയറി ഇരിക്കാനുള്ളതാണ്. സോ ഈ പറഞ്ഞ ഇവിടുത്തെ ലാറ്ററൽ സർഫസ് ഉണ്ടാവും, മുകളിൽ ഈ കോണിന്റെ ലാറ്ററൽ സർഫസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? നമ്മുടെ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഉണ്ടാവും, കോണിന്റെ ലാറ്ററൽ സർഫസ് ഉണ്ടാവും. ക്ലിയർ ആണോ? സോ കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് നമ്മുടെ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ അല്ലേ? കോണിന്റെയും സിലിണ്ടറിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയയുടെ സമ്മാണ് എന്ത്, നമ്മുടെ ഈ കോണിന്റെ എന്താ പറയാ, വാളിന്റെ ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ വാട്ട് ഈസ് ദ ക്യാൻവാസ്. അതായത് ഇങ്ങനെ ഒരു ക്യാൻവാസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ക്യാൻവാസിന്റെ ഏരിയ അല്ലെ, മുകളിൽ കവർ ചെയ്തിട്ടുണ്ടാവും, സൈഡിലും കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഇതായിരിക്കും എന്ത്, നമ്മുടെ ഈ പറഞ്ഞ ക്യാൻവാസിന്റെ ടോട്ടൽ ഏരിയ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? സോ നമുക്കറിയാം കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ πRL ആണ്. ഓർത്തിരിക്കുക, കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ πR × L ആണ്. പ്ലസ് സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, 2πRH അല്ലെ. 2πR × സിലിണ്ടറിന്റെ ഹൈറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ നോക്കുക, ഈ കോണിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കോൺ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് ആണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, റോഡ് പണി നടക്കുന്ന സമയത്തൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ ഒരു കോണ്, ദെൻ ഈ കോണിന്റെ കേസിൽ റേഡിയസ് ആണ് എന്ത്, ഇതാണ് റേഡിയസ്. കോണിന്റെ കേസിലുള്ള റേഡിയസ് ആണിത്. സോ ഇത്രയും ഭാഗം എന്താണ്, ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്നുള്ളത്. ഓക്കെ, കോണിന്റെ ഹൈറ്റ് ആണ് ഈ കാണുന്നത്. ദെൻ ഇതിന് പറയുന്ന പേരാണെന്ത്, ലാറ്ററൽ ഹൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ലാറ്ററൽ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മളെ എന്ത് പറയാൻ പറ്റും, ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതെന്താണ്, ലാറ്ററൽ ഹൈറ്റ് അല്ലെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ട്രയാങ്കിൾ ഉണ്ടാവും, ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. കോണിന്റെ കേസിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, കോൺ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ വരച്ചേക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ട്രയാങ്കിൾ ഇതെന്താണ്, സ്ലാന്റ് ഹൈറ്റ്, ഇത് ഹൈറ്റ്, ഇത് റേഡിയസ്. ഓക്കെ, ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റ്, റേഡിയസ്. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരച്ചു വെക്കണം ഏത് ക്വസ്റ്റ്യനും കോൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ. കാരണം എനിക്ക് സ്ലാന്റ് ഹൈറ്റും തമ്മിൽ എന്ത് ചെയ്യും, കോണിന്റെ ഹൈറ്റും സ്ലാന്റ് ഹൈറ്റും തമ്മിൽ മാറാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ. സോ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. കോണിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, കോണിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിഞ്ഞിട്ടും ഒരു പക്ഷേ തെറ്റിക്കുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് സ്ലാന്റ് ഹൈറ്റ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ ഈ πRL എന്താണ്, ഈ L സ്ലാന്റ് ഹൈറ്റ് ആണ്. സോ നമുക്ക് റേഡിയസ് അറിയാം, ദെൻ ഹൈറ്റ് അറിയാം. റേഡിയസ് എന്താണ്, റേഡിയസ് 45 ആണ്, ഹൈറ്റ് 28 ആണ്. സോ ജസ്റ്റ് ഓർത്തിരിക്കുക, നമ്മുടെ ട്രിപ്ലെറ്റ്സിന്റെ വാല്യൂ ആണ് എന്ത്, ഈ പറഞ്ഞ 28, 45, 53 എന്നുള്ള എന്താണ്, ഇതൊരു സെറ്റ് ഓഫ് ട്രിപ്ലെറ്റ്സ് ആണ്. ഓക്കെ, 28, 45, 53. സോ 28 ഒരു സൈഡായി, 45 മറ്റൊരു സൈഡായി. സോ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് 53 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഹൈപ്പോട്ടന്യൂസ് 53 ആയിരിക്കും. സോ സ്ലാന്റ് ഹൈറ്റ് L എന്താണ്, സ്ലാന്റ് ഹൈറ്റ് നമ്മുടെ ഈ കേസിലുള്ള സ്ലാന്റ് ഹൈറ്റ് L is equal to 53. ഓക്കെ, സ്ലാന്റ് ഹൈറ്റ് L is equal to 53. ദെൻ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും നമുക്കായി അല്ലെ. πRL എന്ന് പറയുമ്പോൾ സ്ലാന്റ് ഹൈറ്റ് നമുക്ക് കിട്ടി 53. ദെൻ 2πRH, അവിടെ H എല്ലാം സിലിണ്ടറിന്റെ H ആണ്. സിലിണ്ടറിന്റെ H നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനെ തന്നിരിക്കുന്നുണ്ട് 6 എന്താണ്. സോ പൈനെ ഞാൻ പുറത്തെടുത്തു. പൈ ഇവിടെ ക്വസ്റ്റിനകത്ത്, ഇവിടെ ഈ ഓപ്ഷനകത്ത് എന്താണ്, പൈ എല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ദെൻ ബാക്കി എന്താ ഉള്ളത്, R × L. R എന്താ, റേഡിയസ് 45 ആണ്. ദെൻ H എന്താണ്, L എന്താണ്, L 53 ആണ്. ഓക്കെ, പ്ലസ് ദെൻ 2πR × H ആണ്. ദെൻ 2 × പൈ നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു. റേഡിയസ് R എന്താണ്, 45 × ഹൈറ്റ് എന്താണ്, ഹൈറ്റ് 6 ആണ്. ഓക്കെ, ദെൻ 45 × 53. 45 × 53. ഈ രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 45 കൂടെ പുറത്തെടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു 45 പൈനെ തന്നെ പുറത്തെടുത്തു. ദെൻ ബാക്കി എന്താ ഉള്ളത്, 53 പ്ലസ് ബാക്കി 6, 2, 12 ഉള്ളത്. സോ 65 × 45 അല്ലെ, 65 × 45 പൈ ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? 65 × 45. സോ 65 × 45 പൈ ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇനി എങ്ങനെ ചെയ്യൂടാ,
ഇവിടെ നോക്കുക, 50ന്റെ സ്ക്വയർ പ്ലസ് 15ന്റെ സ്ക്വയർ, അതുപോലെ സോറി 50ന്റെ അല്ല, 45, 65, 20, സോ 10, സോ 55ന്റെ സ്ക്വയർ അല്ലെ, 55ന്റെ സ്ക്വയർ ഇതെന്താണ്, 55ന്റെ സ്ക്വയർ മൈനസ് 10ന്റെ സ്ക്വയർ ആണ് അല്ലെ. ഈ 65 × 45 എന്താടാ, ഇവിടെ നോക്കുക, ഈ 65 ഇൻറ്റു 45 പറയുമ്പോൾ എന്താണ്, 65 എന്ന് പറയുമ്പോൾ 55 പ്ലസ് 10 ആണ്. അതുപോലെ തന്നെ 45 പറയുമ്പോൾ 55 മൈനസ് 10 ആണല്ലോ അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം, 55ന്റെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്, 55ന്റെ സ്ക്വയർ മൈനസ് 10ന്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ 55ന്റെ സ്ക്വയർ മൈനസ് 10ന്റെ സ്ക്വയർ. ദെൻ 55ന്റെ സ്ക്വയർ എങ്ങനെ കാണും, 55ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30, 25, ദെൻ മൈനസ് 100. ക്ലിയർ അല്ലേ? ഇതിന്റെ പുറത്തൊരു പൈ ഉണ്ടാവും. ഇതെങ്ങനെ കിട്ടിയടാ, ഇവിടെ നോക്കുക, നമുക്ക് ഒരു 45ന്റെ സ്ക്വയർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 5, 45, 35, 85 ഈ രീതിയിലേക്ക് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 4ന്റെ സ്ക്വയർ, 4 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാണ്, 5. സോ 4 × 5 എന്ന് പറയുമ്പോൾ 20, ദെൻ ബാക്കി 5ന്റെ സ്ക്വയർ എന്താണ്, 25. ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു 75ന്റെ സ്ക്വയർ ചോദിക്കുക വിചാരിച്ചോ. 75ന്റെ സ്ക്വയർ എന്താണ്, 7 ആണ് ഇവിടെ ഉള്ളത്. സോ 7 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ ഏതാണ്, 8. സോ 7 × 8 എന്താണ്, 7 × 8 56. ദെൻ ബാക്കി എന്താണ്, 5 ഉള്ളത്. ഈ 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ലാസ്റ്റ് 25 ഇട്ട് എടുക്കുക. ഓക്കെ. സോ ഇത്തരം സ്ക്വയറുകൾ ഏത്, 15ന്റെ സ്ക്വയർ, 25ന്റെ സ്ക്വയർ, 35ന്റെ സ്ക്വയർ, സോ ഈ പറഞ്ഞ പോലെ 45, 75 ഇതൊക്കെ 5ൽ അവസാനിക്കുന്ന ആളുകളുടെയൊക്കെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. സോ 30, 25 മൈനസ് 100 എന്തായിരിക്കും ആൻസർ, 2925 അല്ലെ. സോ 2925 പൈ, 2925 പൈ ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ, പറഞ്ഞു ക്ലിയർ ആണോ, പറഞ്ഞു ക്ലിയർ ആണോടാ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റാണ് ആരതി. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഹൂസ് റേഡിയസ് ഈസ് 2 cm. ഓക്കെ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സോളിഡ് സ്ഫിയർ ഹൂസ് റേഡിയസ്, നമുക്കറിയാം സ്ഫിയറിന്റെ ഏരിയ ആണ് കണ്ടത് അല്ലെ. ഏരിയ ഓഫ് ദി സ്ഫിയർ ആണ്. ഏരിയ ഓഫ് ദി സ്ഫിയർ എന്താണ് ഇക്വേഷൻ, ഏരിയ ഓഫ് ദി സ്ഫിയർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക 4πr² ആണ്. ഓക്കെ. ഏരിയ ഓഫ് ദി സ്ഫിയർ എന്ന് പറയുമ്പോൾ 4πr² ആണ്. വോളിയം ഓഫ് ദി സ്ഫിയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 4/3πr³. സോ ഏരിയ ഓഫ് ദി സ്ഫിയർ എന്താണ്, 4πr². റേഡിയസ് എന്താണ്, റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്. സോ ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ ഇവിടെ തന്നിരിക്കുന്നു given π = 22/7. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. എവിടെയാണെങ്കിലും നിങ്ങൾ തന്നിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ എടുക്കുക. ഇനി തന്നിട്ടില്ലെങ്കിലും ക്വസ്റ്റിനകത്ത് 3.14 എന്ന് കൊടുക്കണം എന്നുള്ളത് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക, അത്തരം കേസുകൾ പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ, അതല്ലാത്ത എല്ലാ കേസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, π = 22/7 എടുക്കാം. ഓക്കെ, π = 22/7 എടുക്കാം. സോ ഇവിടെ എന്താണ്, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് given π = 22/7. സോ 4 × 22/7 ഇൻറ്റു r എന്താണ്, r എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്, റേഡിയസിന്റെ സ്ക്വയർ എന്താണ്, 4 ആണ്. സോ 22 × 4 4 16 അല്ലെ, 16 /7, 16 × 22 എന്ന് പറയുമ്പോൾ എത്ര വരും, ലാസ്റ്റ് 2 വരണം അല്ലെ, ലാസ്റ്റ് 2 വരണം. ദെൻ ഓപ്ഷനകത്തേക്ക് നോക്കുക, ഇവിടെ എന്താണ്, ഈ 2 × 6 അല്ലെ, യൂണിറ്റ് പ്ലേസിൽ എന്ത് വരണം, യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരണം, 6 × 2 12 വരണം. സോ ഒന്നുകിൽ ഓപ്ഷൻ എ വരും, അല്ലെങ്കിൽ ഓപ്ഷൻ സി വരും അല്ലെ. ലാസ്റ്റ് 352 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ എന്താണ് 352 ആണ്. പക്ഷെ ഡിനോമിനേറ്ററിനകത്ത് ആരുള്ളത് 7 ആണ്. സോ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും അല്ലെ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ 352/7 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ? Then next question. അടുത്ത ചോദ്യം, a solid sphere of surface area S is cut into 4 equal pieces by 2 radial planes. The total surface area of all the pieces ആണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, നമുക്കറിയാം ഒരു സ്ഫിയർ അല്ലെ,
ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സ്ഫിയർ ആണ്. സോ ഒരു സ്ഫിയർ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഒരു ബോൾ ആണല്ലേ. നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന മറ്റേ ബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന വലിയ ബോൾ, ഇതാണ് എന്ത് നമ്മുടെ സ്ഫിയർ എന്നുള്ളത്. സ്ഫിയർ എക്സാമ്പിൾ. സോ ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ, ഓക്കെ, സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താടാ? 4πr² ആണ് അല്ലെ. റേഡിയസ് ഇവിടെ സെന്റർ ആണെങ്കിൽ റേഡിയസ് 6 ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? ഈ ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്നുള്ളത് 4πr² ആണ്. ക്ലിയർ അല്ലേ? ഒരു 4πr² ആയിരിക്കും എന്ത് നമ്മുടെ സ്ഫിയറിന്റെ സർഫസ് ഏരിയ. ഇനി ചോദിച്ചിരിക്കുന്നത് അതല്ല, നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഒരു സ്ഫിയറിനെ 2 റേഡിയൽ കട്ടിങ് നടത്തിയിട്ട് 2 റേഡിയൽ പ്ലെയിൻസിലൂടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 4 ഈക്വൽ പാർട്ട് അല്ലെ, 4 ഈക്വൽ പീസസ് ആക്കി മാറ്റണം അല്ലെ. സോ ഇവിടെ നോക്കുക, ഞാൻ ഈ ഒരു റേഡിയൽ പ്ലെയിനിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ പറയാം. നമ്മളൊരു സ്ഫിയർ വരച്ചു. ഈ സ്ഫിയറിനെ ഞാൻ ഈ സ്ഫിയർ വരക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഒരു 3D ഫിഗർ ആയിട്ട് അല്ലെ, ഒരു ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഞാൻ ഇതിനെ മുകളിൽ നിന്ന് ഇവിടെ സെന്റർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ രീതിയിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാണ് അല്ലെ. സോ എന്ത് കിട്ടും? ഒരു 2 ഹാഫുള്ള എന്ത് കിട്ടും? 2 ഹാഫുകളുള്ള ഒരു സ്ഫിയർ കിട്ടും. ക്ലിയർ അല്ലേ? ഈ രീതിയിലൊരു സ്ഫിയർ കിട്ടും. ഓക്കെ, ഇവിടെ അല്ലെ, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഫേസ്. ക്ലിയർ അല്ലേ? സോ ഈ രീതിയിലുള്ള 2 സ്ഫിയറുകൾ, അതായത് 2 ഹാഫുകൾ കിട്ടും. ദെൻ തീർന്നില്ല, ഞാനിപ്പോ ഒരു റേഡിയൽ കട്ടിങ് നടത്തിയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഒരു റേഡിയൽ കട്ടിങ്, അതായത് ഈ രീതിയിലും കൂടെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഈ രീതിയിലും കൂടെ കട്ട് നടത്തുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 ഈക്വൽ പീസസ് കിട്ടും. 4 ഈക്വൽ പീസസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 4 ഈക്വൽ പീസസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഞാനൊരു ഈ രീതിയിൽ കട്ടിങ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഫേസ് കിട്ടും. ദെൻ ഇവിടെ എന്ത് കിട്ടും? ഇവിടെയും ഇങ്ങനെ ഒരു ഫേസ് കിട്ടും. ദെൻ ഇവിടെ എന്തുണ്ടാവും? സിമിലർലി അല്ലെ, ഈ രീതിയിലുള്ള 4 ഫേസുകൾ കിട്ടും. ക്ലിയർ അല്ലേ? ദെൻ ഈ ഓരോ ഫേസുകളും എന്തായിരിക്കും? ഈ ഓരോ ഫേസുകളും ഓരോരോ സർക്കിളിന്റെ ഹാഫുകളായിരിക്കും അല്ലെ. ഇത്രയും ഭാഗം ഒരു ഹാഫ് ഉണ്ടാവും, ബാക്കി ഹാഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാഫ് ഉണ്ടാവും, ഇവിടെ ഒരു ഹാഫ് ഉണ്ടാവും. സോ ഇതിന്റെ ബാക്കി ഹാഫ് ഇവിടെ ഉണ്ടാവും. ഇതിന്റെ ബാക്കി ഹാഫ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? 4 ക്വാർട്ടറുകൾ അല്ലെ, ഓരോ സർക്കിളിൽ 4 ക്വാർട്ടർ ആക്കി മാറ്റി. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെയും ഒരു ഹാഫ് ഉണ്ടാവും അല്ലെ, ഇവിടെ ഒരു ഹാഫ് ഉണ്ടാവും, ഇവിടെയും എന്തുണ്ടാവും? ഇവിടെയും ഒരു ക്വാർട്ടർ ഓഫ് ദി സർക്കിൾ ഉണ്ടാവും. സോ ഈ ഹാഫിന്റെ ബാക്കി സർക്കിളിന്റെ ഹാഫ് ഇവിടെ ഉണ്ടാവും, താഴെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗത്ത് ഉണ്ടാവും അല്ലെ. സോ ഇത്രയും ഭാഗത്ത് ഈ രീതിയിലായിരിക്കും നമ്മുടെ കട്ടിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഫിയറുകൾ ഉണ്ടാവുക. ഈ പറഞ്ഞ ഫിഗർ ക്ലിയർ ആണോ? ജസ്റ്റ് മൈൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോടാ? ആ ഒരു ഫിഗർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. സോ ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഫിയറിന്റെ 4πr² ആണ് എന്ത്? 4πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ നോക്ക്, ഈ 4πr² വന്നത് എങ്ങനെ? ഇതിന്റെ എല്ലാ എക്സ്റ്റേണൽ സർഫസിന്റെയും കൂടെ ഏരിയ ആണ് അല്ലെ. എക്സ്റ്റേണലി ഒരു ബോൾ കാണുമ്പോൾ ആ ബോളിന്റെ ടോട്ടൽ റേഡിയസ് 6 ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ പുറത്ത് കാണുന്ന ഈ ടോട്ടൽ സർഫസിന്റെ ഏരിയ ആണ് എന്ത്? നമ്മുടെ 4πr² എന്നുള്ളത്. സോ ഇവിടെ നോക്കുക, ഞാൻ ഈ കട്ട് ചെയ്തതിന് ശേഷവും എക്സ്റ്റേണൽ സർഫസുകൾക്ക് ഒരു വ്യത്യാസമില്ല അല്ലെ. എക്സ്റ്റേണലി നമ്മൾ ഈ കാണുന്ന കർവ്ഡ് സർഫസുകൾക്ക് ഒരു വ്യത്യാസമില്ല. സോ ഇവിടെ എന്തുണ്ടാവും? ഈ 4πr² ഉണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ 4πr² ആണ് എസ് അല്ലെ. ഇവർ പറഞ്ഞത് ഈ 4πr² ഞാൻ എസ് എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ എസ് ആണ്. സോ ഈ 4πr² ആണ് ആക്ച്വലി എന്ത്? എസ്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഈ കട്ട് നടത്തിയതിനു ശേഷവും ഈ എക്സ്റ്റേണൽ സർഫസുകൾ, ഈ കർവ്ഡ് സർഫസുകൾക്ക് പഴയ പോലെ തന്നെ എന്തുണ്ട്? ഒരു ചേഞ്ചും ഇല്ലാതെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ബാക്കി എന്തുള്ളത്? ബാക്കി നോക്കുക, ഇവിടെ ഒരു ക്വാർട്ടർ സർക്കിൾ അല്ലെ, ഇവിടെ ഒരു ഹാഫ് സർക്കിൾ, ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ. ദെൻ അതേപോലെ തന്നെ എന്തുണ്ട്? ഇവിടെയും ഒരു ഹാഫ് സർക്കിൾ. ടോട്ടൽ ഒരു സർക്കിൾ ആയല്ലോ, റേഡിയസ് 6 ഒരു ഫുൾ സർക്കിൾ. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ബോട്ടം സർഫസിൽ, അതായത് താഴത്തുള്ള ഈ പോർഷനിൽ മാത്രം നമ്മൾ ഈ ഒരു കട്ടിങ് നടത്തുമ്പോൾ ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു πr² ഏരിയ അല്ലെ,
ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ, താഴെയുള്ളതിൽ ഒരു പൈ ആർ സ്ക്വയർ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇവിടെ നോക്ക്, ഒരു പുതിയതായിട്ട് സർഫസ് ഫോം ചെയ്തു. ഈ പൈ ആർ സ്ക്വയറിൽ, ഈ പുതിയതായിട്ട് ഫോം ചെയ്ത സർഫസിൽ ഇവിടെ ഒരു ഹാഫ് പൈ ആർ സ്ക്വയർ, ഇവിടെ ഒരു ഹാഫ് പൈ ആർ സ്ക്വയർ, ടോട്ടൽ എന്തായി, ഒരു ഫുൾ പൈ ആർ സ്ക്വയർ ഫോം ചെയ്തു. സിമിലർലി ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഫേസ് ഉണ്ടാവുമല്ലോ അല്ലെ, ഈ തൊട്ട് മുകളിലുള്ള ഫേസിൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെയും കൂടെ ആയിട്ടും, ഈ രണ്ട് ഫേസുകളും കൂടെ ആയിട്ടും മുകളിൽ എന്തുണ്ടാവും, ഒരു പൈ ആർ സ്ക്വയറും കൂടെ ഉണ്ടാവും അല്ലെ. സോ ടോട്ടല് ഇവിടെ എന്തുണ്ടാവും, നമുക്കൊരു 2 പൈ ആർ സ്ക്വയർ അല്ലെ. ടോട്ടല് ഒരു 2 പൈ ആർ സ്ക്വയർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ രണ്ട് ഫേസുകൾ അല്ലെ, ഈ ഒരു കട്ടിങ്ങില് ഇവിടെയും താഴെയുള്ള ഫേസിലും, താഴെ ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ ഉണ്ടാവും, ദെൻ താഴെ മുകളിൽ ഒരു പൈ ആർ സ്ക്വയർ ഉണ്ടാവും, അതുപോലെ തന്നെ താഴെയും ഒരു പൈ ആർ സ്ക്വയർ ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ഈ ഒരു കട്ടിങ്ങും ഇവിടെ ഉണ്ട്. ഈ ഒരു കട്ടിങ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച കട്ടിങ് ആണ്. സോ ഈ ഒരു കട്ടിങ്ങിന് എന്തുണ്ട്, ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ അല്ലെ, ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയും എന്തുണ്ട്, ഒരു പൈ ആർ സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അവിടെയും എന്തുണ്ട്, ടോട്ടൽ ഇവിടെയും ഒരു 2 പൈ ആർ സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ രണ്ട് പുതിയ ഫേസുകൾ എനിക്കുണ്ടായി. ഈ 4 സെക്ഷനിലും കൂടെ ആയിട്ട് 2 പുതിയ സർക്കിൾസ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റി. ഒന്ന് ഈ ഒരു എന്താ പറയാ, നമ്മുടെ സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത്, അതായത് സ്ഫിയറിനെ ഈ രീതിയിൽ കട്ട് ചെയ്ത സമയത്ത്, ഈ ഒരു ഫേസിൽ ഒരു പൈ ആർ സ്ക്വയറും ഈ ഒരു ഫേസിൽ ഒരു പൈ ആർ സ്ക്വയറും അല്ലെ, ടോട്ടൽ 2 പൈ ആർ സ്ക്വയർ. തീർന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു കട്ട് നടത്തി. ഇങ്ങനെ കട്ട് നടത്തിയ സമയത്ത് താഴെ ഒരു ടോട്ടൽ പൈ ആർ സ്ക്വയറും മുകളിൽ ഒരു ടോട്ടൽ പൈ ആർ സ്ക്വയർ, ടോട്ടൽ 2 പൈ ആർ സ്ക്വയർ. ഫലത്തില് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ 2 പൈ ആർ സ്ക്വയർ, ഈ ഒരു കട്ടിങ്ങിൽ 2 പൈ ആർ സ്ക്വയറും ആ കട്ടിങ്ങിൽ 2 പൈ ആർ സ്ക്വയറും, ടോട്ടൽ എന്ത് ചെയ്തു, പുതിയതായിട്ട് ഫോം ചെയ്ത സർഫസിന്റെ ഏരിയ എത്രയാണ്, 4 പൈ ആർ സ്ക്വയർ എന്ത് ചെയ്തിട്ടുണ്ട്, 4 പൈ ആർ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂലി ഫോംഡ് ഫേസ് ആണ് അല്ലെ. ന്യൂലി ഫോംഡ് ഏരിയ അല്ലെ, ന്യൂലി ഫോംഡ് ഏരിയ എന്താണ്, 4 പൈ ആർ സ്ക്വയർ. ഈ പറഞ്ഞു മനസ്സിലായോ? ഈ പുതിയ ഫേസിന്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. അത് പുതിയതായിട്ട് ഫോം ചെയ്ത 4 സെക്ഷനിലും കൂടെ ആയിട്ട്, 4 ക്വാർട്ടർ സെക്ഷനിലും കൂടെ ആയിട്ട് എനിക്ക് ഫോം ചെയ്ത പുതിയ പാർട്ടിന്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞ് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യടാ. ആവണി മനസ്സിലായി? ബാക്കി ആളുകള് ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ. സോ ഞാൻ ബാക്കി പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഈ പറഞ്ഞ ടോട്ടൽ എക്സ്റ്റേണൽ സർഫസിന്റെ ഏരിയ എന്താണ്, 4 പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. ഈ 4 പൈ ആർ സ്ക്വയർ, ഇതിന്റെ എക്സ്റ്റേണൽ സർഫസിന്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ, അതിനാണ് നമ്മൾ എസ് എന്ന് വിളിച്ചത്. ഇപ്പൊ പുതിയതായിട്ട് ഫോം ചെയ്ത 4 പൈ ആർ സ്ക്വയർ ഉണ്ട്. സോ അതിന്റെയും കൂടെ ഏരിയ എന്തായിരിക്കും, 4 പൈ ആർ സ്ക്വയർ, ഇവിടെയും എസ് ഉണ്ടാവും. സോ ടോട്ടൽ ഉള്ള സർഫസ് ഏരിയ എന്താണ്, ബിക്കംസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഓൾ ഫേസ് എന്തായിരിക്കും, എസ് പ്ലസ് എസ് അല്ലെ. എസ് ആദ്യം ഉള്ളത്, ദെൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു എസ്, ടോട്ടൽ എന്താണ് 2s ആയിരിക്കും എന്ത്, ഇപ്പൊ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. The total surface area of a solid hemisphere is 42 centimeter square. Its radius is, total surface area of the solid hemisphere. ഇവിടെ നോക്കുക, ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ, നമ്മളെ സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ഈ ഒരു ഫേസ് ആണ്. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത 2 സെക്ഷൻസ് ആണ് അല്ലെ. സോ ഒരു ഹെമിസ്ഫിയർ എന്താണ്, ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവനാണ് എന്ത്, ഒരു ഹെമിസ്ഫിയർ എന്നുള്ളത് അല്ലെ. 2 സ്ഫിയറിന്റെ 2 സെക്ഷൻസ് ആക്കി മാറ്റി. സോ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഫ് ഓഫ് ദി സ്ഫിയർ ആണ് എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ ആയിരിക്കും എന്ത്, നമ്മുടെ ഹെമിസ്ഫിയർ. ഇവിടെ നോക്കുക, ടോട്ടല് നമ്മുടെ സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ ഹാഫ് ഓഫ് ദി സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയയിൽ ഈ ഒരു ഹാഫ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു കർവ്ഡ് സർഫസിന്റെ 2 പൈ ആർ സ്ക്വയർ ആയിരിക്കും എന്ത്, ഇതിന്റെ 4 പൈ ആർ സ്ക്വയറിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2 പൈ ആർ സ്ക്വയർ ആയിരിക്കും മുകളിലുള്ള കർവ്ഡ് സർഫസിന്റെ ഏരിയ. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഈ ഒരു ഹെമിസ്ഫിയർ ആകുമ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു ഫേസും കൂടെ, ഒരു സർക്കിളും കൂടെ താഴെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ എന്താണ്, ഇതിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. സോ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ എന്നുള്ളത് എന്താണ്, ഹെമിസ്ഫിയർ എന്നുള്ളത് ഓർത്തിരിക്കുക 3 പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, 3 പൈ ആർ സ്ക്വയർ ആയിരിക്കും, അതൊന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ എന്താണ്, 3 പൈ ആർ സ്ക്വയർ ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ, ഈ 3 പൈ ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ് എന്ത്, 42 അല്ലെ. 3 പൈ ആർ സ്ക്വയർ ആണ് എന്താ, 42. ദെൻ റേഡിയസ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
പൈനെ 22/7 ആക്കി എടുക്കാൻ 22/7 ഇൻറ്റു r² ആണെന്ത് 42. ദെൻ 3യും 42 ഇവിടെ 14 ആയി. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ടാവും, ഒരു 7 ബാക്കി ഉണ്ടാവും, ഇവിടെ 11 ബാക്കി ഉണ്ടാവും. ദെൻ r² എന്താടാ, r² എന്ന് പറയുമ്പോൾ 7 × 7 ഡിവൈഡഡ് ബൈ 11 എന്നുള്ളതാണ്. ഓക്കെ, r² 7 × 7 ഡിവൈഡ് ബൈ 11 ആണെങ്കിൽ r എന്തായിരിക്കും, റൂട്ട് കൊടുക്കുമ്പോൾ 7 × 7 അല്ലെ, 7² റൂട്ട് എന്ന് പറയുമ്പോൾ 7 ഡിവൈഡഡ് ബൈ റൂട്ട് 11. ക്ലിയർ ആണോ? ചോദിച്ചാൽ എന്താണ്, റേഡിയസ് 7 ഡിവൈഡ് ബൈ റൂട്ട് 11. ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത്, ദ ലെങ്ത് ഓഫ് ദി 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 12, 15, 21. ഇവിടെ നോക്കുക, നമുക്ക് ട്രിപ്ലെറ്റ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇവിടെ എന്താണ്, ഒരു യൂണിഫോം അല്ലാത്ത കുറച്ച് വാല്യൂസ് ആണ് അല്ലെ, നമുക്ക് അറിയാത്ത കുറച്ച് വാല്യൂസ് ആണ് 12, 15 ആൻഡ് 21. സോ ഇവിടെ നോക്കുക, ഏരിയ കാണാനുള്ള ട്രയാങ്കിളിന്റെ ഇക്വേഷൻസിൽ ഒന്നാണ് എന്ത്, ഈ പറഞ്ഞ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ളത്. ഓക്കെ, ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആട്ടത്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ ആണ്. ഓക്കെ, സെമി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ആണ് എന്ത്, എസ് എന്നുള്ളത്. ആൻഡ് എയും ബിയും സിയും ഒക്കെ എന്താടാ, എയും ബിയും സിയും ഒക്കെ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിളിന്റെ സൈഡുകളാണ് എന്ത്, എയും ബിയും സിയും. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ എയും ബിയും സിയും തന്നു. ദെൻ എയും ബിയും സിയും എന്താ, ഞാൻ എടുത്തു ഈ 12നെ, ഇവനെ ഞാൻ ഈ എ എന്നെടുത്തു, ഇവനെ ഞാൻ ബി എന്നെടുത്തു, ഇവനെ ഞാൻ സി എന്നെടുത്തു. സോ പെരിമീറ്റർ എന്തായിരിക്കും, പെരിമീറ്റർ എന്നുള്ളത് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും അല്ലെ, എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, പെരിമീറ്ററിന്റെ ഹാഫ് ആണ്. സോ 3 സൈഡുകൾ എയും ബിയും സിയും ആണെങ്കിൽ സെമി പെരിമീറ്റർ എന്തായിരിക്കും, എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിമീറ്ററിന്റെ പകുതി അല്ലെ, പെരിമീറ്ററിന്റെ ഹാഫ് ആണ് സെമി പെരിമീറ്റർ. പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ അതിന്റെ പകുതി എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. സോ എ പ്ലസ് ബി പ്ലസ് സി എന്താ, 12, 15, 27, 21. 27, 21 എന്താണ്, 48 ആണ് അല്ലെ. ദെൻ 48 ആണ് നമ്മുടെ പെരിമീറ്റർ. 48 ആണ് പെരിമീറ്റർ. 48 ആണെങ്കിൽ സെമി പെരിമീറ്റർ എന്താടാ, സെമി പെരിമീറ്റർ എന്നുള്ളത് എന്താണ്, 48ന്റെയും പകുതി ആയിട്ടുള്ള 24 ആയിരിക്കും അല്ലെ. 48ന്റെ പെരിമീറ്ററിന്റെ പകുതിയാണ് സെമി പെരിമീറ്റർ. ദെൻ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്തായിരിക്കും, ഫൈൻഡ് ദ ഏരിയ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്താണ്, എസ് 24 അല്ലെ. ഇതെന്താണ്, എസിന്റെ വാല്യൂ ആണ്, സെമി പെരിമീറ്റർ എസ്. സോ എസ് 24 ഇൻറ്റു 24 മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താണ്, 24 മൈനസ് 12 അല്ലെ. 24 മൈനസ് 12 ഇൻറ്റു അടുത്ത 24 മൈനസ് ബി എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു ദെൻ അടുത്ത എന്താണ് 24 മൈനസ് 21. ഓക്കെ, 24 മൈനസ് 21. ദെൻ അടുത്ത എന്തായിരിക്കും, ആൻസർ എന്തായിരിക്കും നിന്റെ, റൂട്ട് ഓഫ് 24 ഇൻറ്റു 24 മൈനസ് 12 എന്ന് പറയുമ്പോൾ 12 ആണ്. ദെൻ 24 മൈനസ് 15 എന്ന് പറയുമ്പോൾ 9 ആണ്. ദെൻ 24 മൈനസ് 21 എന്താണ്, 3 ആണ് അല്ലെ. ഇവിടെ നോക്കുക, ഈ 24 എന്താ, 24 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 2 ആണ്. ഓൾറെഡി ഇവിടെ 12 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 12നെ പുറത്തെടുക്കാം. ബാക്കി 9നകത്ത് എന്തുണ്ട്, ഓൾറെഡി ഒരു 3 സ്ക്വയർ ആണ് എന്ത് 9. സോ അവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഒരു 3നെ പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ടാവും റൂട്ടിനകത്ത്, ഇവിടെ ഈ 24 ഇൻറ്റു 2ല് ഒരു 2 ബാക്കി ഉണ്ടാവും. ഓൾറെഡി 12 നമ്മൾ ഈ പറഞ്ഞ 24 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 2, ഇവിടുത്തെ 12 കൂടെ എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് 12 എഴുതിയത്. സോ ബാക്കി ഒരു 2 ആണുള്ളത് അല്ലെ, റൂട്ടിനകത്ത് ഒരു 2. ദെൻ ബാക്കി 9ന്റെ റൂട്ടിനകത്തുള്ള 9 ഞാൻ എന്ത് ചെയ്ത് പുറത്തേക്ക് 3 എന്ന് എഴുതിയത്. സോ ബാക്കി എന്തുണ്ട്, ഒരു ഇൻറ്റു 3 ഉണ്ട്. സോ 2 ഇൻറ്റു 3. ആൻസർ എന്ത് വരും, 36 ഇൻറ്റു റൂട്ട് 3. സോറി, 36 ഇൻറ്റു റൂട്ട് 6. 36 ഇൻറ്റു റൂട്ട് 6. ഓപ്ഷൻ എ.
ഇതിന് ഇക്വേഷൻ യൂസ് ചെയ്യാതെ ട്രിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. ഇവിടെ ട്രിക്കായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് അറിയുന്ന വാല്യൂസ് ഒന്നും അല്ല അല്ലെ. ഈ പറഞ്ഞ 21, 15, 12 എന്നുള്ള വാല്യൂസ് ഒന്നും നമുക്ക് അറിയുന്നതല്ല. സോ ഇവിടെ എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. a + b + c/2 a + b + c/2 ആണ് സെമി പെരിമീറ്റർ എസ്. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? √(s) × s - a × s - b × s - c എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒന്ന് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് അറിയാം അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. അതല്ലെങ്കിൽ എന്താ പറയണം, നമ്മുടെ ഐസോസിലസ് ട്രയാംഗിൾ ആവണം അല്ലെ. ഐസോസിലസ് ട്രയാംഗിൾ, ഇക്വൽ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഷോർട്ട് ആയിട്ട് നമുക്ക് അറിയാം. അതൊന്നും അല്ലാത്ത കേസിൽ അവർ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ രണ്ട് സൈഡുകളും ആംഗിളും തരണം അല്ലെ. അപ്പോൾ നമുക്ക് ½ × AB × sin θ എന്ന് ചെയ്യാൻ പറ്റും. എയും ബിയും രണ്ട് സൈഡുകളാണെങ്കിൽ. സോ ഇത്തരം ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്യണം. ഇതാണത് √(s) × s - a × s - b × s - c. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the perimeter of a quarter circle having a radius 10 centimeter? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇവിടെ ഇവിടെ നിങ്ങളുടെ പൈ എന്നുള്ളത് എന്ത് എടുക്കണം, പൈ എന്നുള്ളത് 3.14 എടുക്കണം എന്നുള്ളത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ് പെരിമീറ്റർ ഓഫ് എ ക്വാർട്ടർ സർക്കിൾ. നമ്മുടെ സർക്കിളിന്റെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താടാ, ഈക്വൽ ആയിട്ട് 4 പാർട്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു പാർട്ട് അല്ലെ, ഈ ഒരു സർക്കിളിന്റെ അല്ലെ. സോ ഇതിന്റെ പെരിമീറ്റർ ആണ് എനിക്ക് കാണേണ്ടത്, ഈ ഒരു പാർട്ടിന്റെ അല്ലെ, സർക്കിളിന്റെ 4/1 പെരിമീറ്റർ. സോ ഇവിടെ നോക്കുക, ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ എന്താ, പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എന്താണ്, 2πr ആണ് അല്ലെ. ഈ 2πr എനിക്ക് വേണ്ട, ഇവിടെ ഇതിന്റെ 4/1 മതി. സോ നമുക്ക് എന്ത് മതി, 2πr / 4 മതി അല്ലെ. അതിന്റെ 4ൽ ഒരു പാർട്ടിന്റെ മതി. സോ നമുക്ക് എന്ത് മതി, πr/2 ആണ് വേണ്ടത് അല്ലെ. πr/2 ആണ് എന്ത്, ഇതിന്റെ സർക്കംഫറൻസ്. സർക്കംഫറൻസ് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് അല്ലെ. കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദി എന്ന് പറയുമ്പോൾ ഇത്രയും പാർട്ടിന്റെ ഏരിയ, ഈ ഒരു പാർട്ടിന്റെ ഏരിയ ആണ് എന്ത്, πr / 2 അല്ലെ. നമ്മളോട് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ കാണാൻ പറഞ്ഞത്. സർക്കംഫറൻസ് പറയുമ്പോൾ എന്താടാ, ഈ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്യണം അല്ലെ. ഇവിടെ എന്തുണ്ടാവും, സെൻട്രലിൽ നിന്ന് ഒരു 6 ഉണ്ടാവും, ഇവിടെ നിന്ന് എന്തുണ്ടാവും, ഈ ഒരു പാർട്ട് ഒരു റേഡിയസ് 6 ഉണ്ടാവും. സോ ടോട്ടൽ എന്ത് കാണണം, എനിക്ക് ടോട്ടൽ കാണേണ്ടത് എന്താണ്, പെരിമീറ്റർ അല്ലെ. ടോട്ടൽ പെരിമീറ്റർ എന്തായിരിക്കും, ടോട്ടൽ പെരിമീറ്റർ എന്നുള്ളത് എന്തായിരിക്കും, നമ്മുടെ r+r 2r+ എന്താണ്, πr / 2 ആണ്. സോ 2r എന്ന് പറയുമ്പോൾ എന്താണ്, 2 × 10 പ്ലസ് 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പൈ എന്നുള്ളത് 3.14 × 10 / 2 ആണ്. ഇവിടെ എന്ത് വരും, 157 അല്ലെ, 1.57. സോ 15.20 പ്ലസ് എന്ത് വരും, 20 പ്ലസ് 15.7 എന്ന് പറയുമ്പോൾ എന്താണ്, 35.7. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? 35.7. ഓക്കെ, ഓപ്ഷൻ ബി. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റിനകത്ത് നിങ്ങളോട് 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, 22/7 എടുക്കരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3.14 എടുക്കുക. അല്ലാത്ത കേസുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 22/7 എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദി hypotenuse of a right angled isosceles triangle, isosceles triangle ഒരു hypotenuse എന്നുള്ളത് എന്താണ്, 8 ആണ്. then the area of the triangle ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാംഗിൾ, ഒരു റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 90 ഡിഗ്രി ആണ്. ഐസോസിലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കണം. ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലാർജസ്റ്റ് സൈഡ്, ഇതാണ് എന്ത്, 8 എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? then the area of the triangle എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കടാ, ഈ സൈഡ് എയും ഈ സൈഡ് എ ആയിരിക്കുമല്ലോ അല്ലെ. രണ്ട് സൈഡ് എ ആയിരിക്കും. ഒരു സൈഡ് എ ആണെങ്കിൽ മറ്റേ സൈഡ് എ ആണ്. കാരണം എന്താണ്, ഇതൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ ഇങ്ങനെ ഒരു ട്രയാംഗിൾ, എനിക്കൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. അതിൽ ഈ സൈഡ് എയും ഈ സൈഡ് എയും ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും, √2a ആയിരിക്കും. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, √2a ആയിരിക്കും. സോ ഇവൻ എന്താണ് ശരിക്കും ഇവിടെ, ഇവനാണ് ഇവിടെ √2a ന്റെ വാല്യൂ. ക്ലിയർ ആണോ? 8 എന്നുള്ള എന്താണ്, √2a ആണ്. സോ
√2a വാല്യൂ 8 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 8ന് എനിക്ക് 4 × 2 എന്ന് എഴുതാം അല്ലെ. 4 × 2 എങ്ങനെ എഴുതാം? √2 × √2 അല്ലെ. 4 × √2 × √2 ആണ് എന്ത്? ഈ പറഞ്ഞ √2 × a. ഇതിന്റെ √2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി a എന്ത് കിട്ടൂടാ? a എന്ന് പറയുമ്പോൾ 4√2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? a എന്താടാ? a 4√2 ആണ്. ഒരു സൈഡ്, അതായത് ഒരു സൈഡ് 4√2 ആണ്. അതിന്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്താ? ഇതിന്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? നമുക്ക് ഒരു രക്ഷയില്ലാത്ത, അതായത് 3 സൈഡുകളും വ്യത്യാസമായിട്ടുള്ള ട്രയാങ്കിൾസിന്റെ ആണ്. ഇവിടെ എന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എയും എയും അല്ലെ, ഹാഫ് a സ്ക്വയർ കൊടുത്താൽ മതി. സോ ഇവിടെ എന്ത് മതി? നമുക്ക് ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു a സ്ക്വയർ എന്താടാ? 4√2 അല്ലെ. 4√2 ഇൻറ്റു 4√2. ദെൻ ഇവിടെ എന്ത് വരും? ഹാഫ് ഇൻറ്റു 4 × 4 16. √2ന്റെ സ്ക്വയർ എന്താ? √2ന്റെ സ്ക്വയർ പറയുമ്പോൾ 2 ആണ്. രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടൂടാ? 16 അല്ലെ. ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? യെസ്, വെരി ഗുഡ്. ആകാശ്, ജസ്ന, അവണി, വെരി ഗുഡ്. ക്ലിയർ അല്ലേ? നോട്ടൊന്നുമില്ലല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the in radius of a triangle with perimeter 64, in radius നമ്മൾ നേരത്തെ ജോമെട്രി പറഞ്ഞതാണ്. ഇൻ റേഡിയസ് സ്മോൾ r അല്ലെ. സ്മോൾ r ഈസ് ഈക്വൽ എന്താണ്? ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ ഡിവൈഡ് ബൈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻ റേഡിയസ് എന്താണ്? ഡെൽറ്റ, അല്ലെങ്കിൽ ഇൻ റേഡിയസ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഡിവൈഡ് ബൈ എന്താണ്? സെമി പെരിമീറ്റർ എസ് ആണ്. സോ ഇവിടെ എന്താണ്? ഇൻ റേഡിയസ് ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ. ഇൻ റേഡിയസ് എന്താണ്? ഇൻ റേഡിയസ് r ഈസ് ഈക്വൽ എന്താണ്? 8 തന്നിട്ടുണ്ട്. സ്മോൾ r ആണ് 8. ആൻഡ് പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ 64 ആണെങ്കിൽ എസ് എന്തായിരിക്കും? അതിന്റെ സെമി പെരിമീറ്റർ എന്നുള്ളതാണ് 32 ആയിരിക്കും. ക്ലിയർ അല്ലേ? സെമി പെരിമീറ്റർ എസ് ഈസ് ഈക്വൽ ടു 32. ദെൻ ഫൈൻഡ് ദ ഏരിയ. ഇവിടെ നോക്കുക, ഇതാണ് എന്ത്? ഏരിയ. സോ ഏരിയ എങ്ങനെ കാണും? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 6 സെമി പെരിമീറ്റർ ഇൻറ്റു നമ്മുടെ ഇൻ റേഡിയസ് 6 ആണ്, സ്മോൾ r ആണ്. സോ ഇവിടെ എന്താണ്? 6 എന്നുള്ളത് 8 ആണ്. 8 ഇൻറ്റു സെമി പെരിമീറ്റർ എന്താണ്? 32. സോ ആൻസർ എന്ത് കിട്ടും? 256. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ ആകാശ്. എന്റെ ആസ്പിരന്റ് പേരെന്തായാലും ഞാൻ മറന്നുപോയി. ഗോപികല്ല, എന്തായിരുന്നു ആസ്പിരന്റിന്റെ പേരെന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യാമോ? വീണ. ഓക്കെ, വെരി ഗുഡ്. സോറി കേട്ടോ, ഞാനത് ഒന്ന് പറഞ്ഞ് മറന്നുപോയതാണ്. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോഴേ വിട്ടുപോണതാണ്. സോ വീണ. സോ വീണയും ആകാശമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമ്മൾ ജോമെട്രി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ റേഡിയസിന്റെയും സർക്കിൾ റേഡിയസിന്റെ ഒക്കെ ഇക്വേഷൻസ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാറി വരുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇൻ റേഡിയസിന്റെ സർക്കിൾ റേഡിയസിന്റെ ഇക്വേഷൻസ് അറ്റ് എനി കോസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ സർക്കിൾ റേഡിയസ് എന്തായിരുന്നു? സർക്കിൾ റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു R എന്തായിരുന്നു? A ഇൻറ്റു B ഇൻറ്റു C ഡിവൈഡ് ബൈ എന്താണ്? 4 ടൈംസ് ഓഫ് ഏരിയ ഡെൽറ്റ അല്ലെ. 4 ടൈംസ് ഓഫ് ഏരിയ. ഇക്വേഷൻ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A field is in the shape of a rhombus whose side 122 meter. The length of one of its diagonals is 240 meter. What is the area of the field എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എടാ ഇതിന്റെ മുമ്പ് ഈ റോംബസ് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്നതാണ്. പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓർത്തിരിക്കുക. ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 പാരലൽ ഫേസുകൾ ഉണ്ടാവും. ഓക്കെ, 2 പാരലൽ ഫേസുകൾ ഉണ്ടാവും. ഇവിടെ ഈ 2 പാരലൽ ഫേസുകൾ, അതുപോലെ തന്നെ ഈ 2 പാരലൽ ഫേസുകൾ, ഇവർ രണ്ടുപേരും എന്താടാ? ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ 2 പാരലൽ ഫേസുകൾ ഈക്വൽ ആണ് എന്നുള്ളതാണ് എന്ത്? ഈ ഒരു പാരലോഗ്രാമിന്റെ പ്രത്യേകത. ഓക്കെ, ഈ 2 പാരലൽ ഫേസുകൾ പാരലൽ ആയിരിക്കും. അത് രണ്ടും ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും. ഇവന്റെ ലെങ്ത് എ ആണെങ്കിൽ ഇവന്റെ ലെങ്ത് ബി, ഇവന്റെ ലെങ്ത് എ ആണെങ്കിൽ ഇവന്റെ ലെങ്ത് എ ആയിരിക്കും, ഇവന്റെ ലെങ്ത് ബി ആണെങ്കിൽ ഇവന്റെ ലെങ്ത് എന്തായിരിക്കും? ബി ആയിരിക്കും. ഇതാണ് പാരലോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ ആംഗിൾ തീറ്റയും ഈ ആംഗിൾ ആൽഫയും ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക,
ഈ പറഞ്ഞ തീറ്റ പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ് എന്നുള്ള എന്ത് ചെയ്യുക പാരലോഗ്രാമിന്റെ കേസിൽ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രണ്ട് അഡ്ജസ്റ്റന്റ് ആംഗിൾസിന്റെ സമ്മ്. ഓക്കെ, ദെൻ ഇവിടെയും ആൽഫ ആയിരിക്കും, ഇവിടെയും തീറ്റ ആയിരിക്കും. ഓക്കെ, രണ്ട് അഡ്ജസ്റ്റന്റ് ആംഗിൾസിന്റെ സമ്മ് തീറ്റ പ്ലസ് ആൽഫ എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും, തീറ്റ പ്ലസ് ആൽഫ എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ദെൻ ഈ പാരലോഗ്രാം എപ്പോഴാണ് റോംബസ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം ആണ് എന്താ ആക്ച്വലി റോംബസ്. ഓക്കെ, പാരലോഗ്രാം തന്നെയാണ് റോംബസ്, പക്ഷെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ് എന്ന് മാത്രം. ഓക്കെ, 4 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സൈഡുകൾ പാരലൽ ആണ്, രണ്ട് സൈഡുകൾ 4 സൈഡുകളും ഈക്വൽ ആണ് അല്ലെ, പാരലൽ രണ്ട് സൈഡുകൾ. സോ ഇവൻ എ ആണെങ്കിൽ ഇവനും എ ആണ് അല്ലെ, എല്ലാ സൈഡുകളും എ ആയിരിക്കും എന്ത് റോംബസിന്റെ കേസിൽ. പക്ഷേ പാരലോഗ്രാമിന്റെ ഈ ആംഗിളിന്റെ കേസ് അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറഞ്ഞ റോംബസിനകത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ തീറ്റ പ്ലസ് ആൽഫ എന്താണ്, ഇവിടെയും 90 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ഇവിടെയും എന്തുണ്ടാവും, തീറ്റ പ്ലസ് ആൽഫ 90 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഓക്കെ, തീറ്റ പ്ലസ് ആൽഫ 90 ഡിഗ്രി ആയിട്ടുണ്ടാവും. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡുകളും ഇവിടെ കൊടുക്കാം. തീറ്റ പ്ലസ് ആൽഫ എന്താണ്, തീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. ദെൻ ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഓർത്തിരിക്കുക, രണ്ട് ഡയഗണൽസ് D1 ഉം D2. ഓക്കെ, D1 ഉം D2 എന്താണ്, D1 ഉം D2 ഉം ഡയഗണൽസ് ആണെങ്കിൽ, D1 ഉം D2 ഉം ഡയഗണൽസ് ആണെങ്കിൽ D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ഇക്വേഷൻ ആണ്, സൈഡുകളും ഡയഗണൽസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, D1 സ്ക്വയർ, രണ്ട് ഡയഗണൽസ് D1 സ്ക്വയർ പ്ലസ് അല്ലെ, ഫസ്റ്റ് ഡയഗണലിൽ D1, രണ്ടാമത്തെ ഡയഗണലിൽ D2, D1 ഉം ഇവൻ D2 ആണെങ്കിൽ D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. ദെൻ ഇവിടെ ആണെങ്കിൽ ഓർത്തിരിക്കുക, തീറ്റ പ്ലസ് ആൽഫ ഇവിടെയും 90 ഡിഗ്രിയാണ്. പാരലോഗ്രാം തന്നെയാണ് റോംബസ്. സോ രണ്ട് കേസിലും എന്താണ്, തീറ്റ പ്ലസ് ആൽഫ 90 ഡിഗ്രിയാണ്. ആൻഡ് ആൾസോ ഇത്രയും കൂടെ ഓർത്തിരിക്കുക, D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, 4 ടൈംസ് ഓഫ് A സ്ക്വയർ ആണ്. ഓക്കെ, രണ്ട് റിലേഷൻസ് ഓർത്തിരിക്കുക. D1 ഉം D2 ഉം ഡയഗണൽസ് ആണ്, ഇവിടെയും എന്താണ്, D1 ഉം D2 ഉം ഡയഗണൽസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ എയും ബിയും ഈക്വൽ ആയിരിക്കും. സോ എന്തായിരിക്കും, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നുള്ളത് 4A സ്ക്വയർ ആയി മാറും. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഇതും കൂടെ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഒരു റോംബസിനകത്ത് രണ്ട് ഡയഗണൽസിന്റെയും ഹാഫ് അല്ലെ, ഇതൊരു ഡയഗണൽ D1ന്റെ ഹാഫ് ആണിത് അല്ലെ, D1 എന്നുള്ള ഡയഗണലിന്റെ ഹാഫ് ആണ് ഈ സൈഡ്. ഇതെന്താണ്, ഇത് D2 എന്നുള്ള ഡയഗണലിന്റെ ഹാഫ് ആണ്, ഇതൊരു സൈഡാണ് അല്ലെ, നമ്മുടെ റോംബസിന്റെ സൈഡാണ്. സോ ഈ മൂന്ന് സൈഡും കൂടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ. ഡയഗണലിന്റെ രണ്ട് ഡയഗണലിന്റെ ഹാഫും നമ്മുടെ ട്രയാംഗിളിന്റെ, അതായത് പാരലോഗ്രാമിന്റെ റോംബസിന്റെ ഒരു സൈഡും തമ്മിൽ എന്ത് ചെയ്യും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. ഓക്കെ, സോ ഇത്രയും ഐഡിയാസ് നിങ്ങൾ ബേസിക് ആയിട്ട് കയ്യിൽ വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താ, ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ അല്ലെ എന്ന് പറയുമ്പോൾ ഒരു ഡയഗണല് D1 ആയി അല്ലെ, 240. ദെൻ ഷേപ്പ് ഓഫ് എ റോംബസ് ആണ്, whose side is 122 അല്ലെ, എന്താണ്, ഇവൻ 122 ആണ്. വാട്ട് ഈസ് ദ ഏരിയ, ഇവിടെ നോക്കുക, ഏരിയ ഓഫ് ദി റോംബസ്, ആ ഇക്വേഷനോട് ഓർത്തിരിക്കുക, ഏരിയ ഓഫ് ദി റോംബസ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി റോംബസ് എന്താണ്, ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണ്. ഈ ഒരു ഇക്വേഷനോട് ഓർത്തിരിക്കുക, ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2, അതായത് രണ്ട് ഡയഗണൽസിന്റെ ലെങ്ത് കിട്ടി കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഏരിയ ഓഫ് ദി റോംബസ് കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇക്വേഷൻസ്. മാത്രമല്ല എനിക്ക് ഈ 240, 122 ഇതൊക്കെ വലിയ വലിയ വാല്യൂസ് ആണ്. സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം, D1 എനിക്ക് ഓൾറെഡി അറിയാം, ഈ പറഞ്ഞ 240 ആണ്. ഇനി A സ്ക്വയർ ഇത് 122 ഇവിടെ കൊടുത്തിട്ട് എക്ക് പകരം 122 കൊടുത്തിട്ട് എന്ത് വേണം, ഇതിൽ നിന്ന് D2 കാണണം, എന്നിട്ട് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 കാണണം. പക്ഷേ അത്രയൊന്നും ആവശ്യമില്ല. ആക്ച്വലി എന്താണ്, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം വലിയ വലിയ വാല്യൂസ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഓർത്തിരിക്കുക, ഞാൻ പറഞ്ഞല്ലോ എന്താണ്, രണ്ട് ഡയഗണൽസിന്റെ ഹാഫുകൾ അല്ലെ, ഇതെന്താണ് ഒരു ഡയഗണലിന്റെ ഹാഫ്, ഇത് രണ്ടാമത്തെ ഡയഗണലിന്റെ ഹാഫ്, ഇത് നമ്മുടെ റോംബസിന്റെ സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എന്തുണ്ടാവും, ഇത് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യും. ക്ലിയർ ആണോ? റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഒരു ഡയഗണൽ 240 ആണ്. സോ ഈ സൈഡ് എന്തായിരിക്കും, 240യുടെ ഹാഫ് അല്ലെ, 120. ക്ലിയർ ആണോ? 240 ഡിവൈഡ് ബൈ 2 അല്ലെ, 240ന്റെ ഹാഫ് ഇസ് ഈക്വൽ ടു 120. ദെൻ അടുത്ത എന്താണ്, ഒരു റോംബസിന്റെ സൈഡ് അല്ലെ, ഷേപ്പ് ഫീൽഡ് ഇൻ ദ റോംബസ് ഹൂസ് സൈഡ് 122 എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ്, ഇവൻ 122 ആണ്. ക്ലിയർ ആണോ അല്ലെ? ദെൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കറിയാം എന്താണ്, 11, 60, 61 അല്ലെ, 11, 60, 61.
11, 60, 61. ഇതെന്താടാ? ഇതൊരു ട്രിപ്ലെറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊരു 11, 60, 61 നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇതിനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ എല്ലാ സൈഡിനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 22, 16 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 120, 60 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 122 അല്ലെ? ഇവനും എന്തായിരിക്കും? ഇവനും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവരും എന്തായിരിക്കും? ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? 22, 120, 122. ഇവിടെ നോക്ക്, 122 ആയി ഇവിടെ, 120 ആയി ഇവിടെ. ദെൻ തേർഡ് സൈഡ് എന്തായിരിക്കണം? തേർഡ് സൈഡ് 22 ആയിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് സൈഡ് ഇവൻ എന്തായിരിക്കണം? ഇവൻ 22 ആയിരിക്കണം. കാരണം അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ക്ലിയർ ആണോ? സോ ഇതെന്തായിരിക്കും? ആക്ച്വലി ഈ 22 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡയഗണൽ അല്ലെ? ഒരു ഡയഗണലിന്റെ ഹാഫ് ആണ് 120. ദെൻ രണ്ടാമത്തെ ഡയഗണലിന്റെ ഹാഫ് ആണ് എന്ത്? ഇത് രണ്ടാമത്തെ ഡയഗണൽ, അതായത് d2/2. രണ്ടാമത്തെ ഡയഗണലിന്റെ ഹാഫ് d2/2 ആണ് എന്ത്? നമ്മുടെ 22. ക്ലിയർ ആണോ? d2/2 ആണ് നമ്മുടെ 22. അങ്ങനെയാണെങ്കിൽ d2 എന്താടാ? d1 എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? 240 എന്നുള്ളത് അല്ലെ? ദെൻ ഒരു സൈഡ് നമുക്കറിയാം. d2 എന്താടാ? d2/2 ആണ് എന്ത്? 22. ദെൻ d2 എന്താ? d2 എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 44. ക്ലിയർ അല്ലേ? 44ഉം 240ഉം. d1 എന്നുള്ളത് 240, d2 എന്നുള്ളത് 44. കാണേണ്ടത് എന്താണ്? കാണേണ്ടത് ഏരിയയാണ്. സോ ഏരിയ ഓഫ് ദി ഫീൽഡ് എന്താണ്? ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ആണ് അല്ലെ? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു d1 എന്താ? d1 240, d2 എന്ന് പറയുമ്പോൾ 44. ക്ലിയർ ആണോ? ദെൻ ഇവിടെ എന്താണ്? 2 ഇവിടെ എന്തായി? 22 ആയി മാറി. ക്ലിയർ ആണോ? 22. ദെൻ 22 ഇൻറ്റു 24. 22 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ എന്താണ്? 22 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 48 ഇൻറ്റു 11 അല്ലെ? 48 ഇൻറ്റു 480 ഇൻറ്റു 480 ഇൻറ്റു 11 എന്ന് എഴുതാം. സോ 480 11 ആണെങ്കിൽ എന്ത് വരും? 0, 8, 8, 4, 12, 2, റിമൈൻഡർ 1. ദെൻ ബാക്കി എന്ത് വരും? 5 അല്ലെ? 5280. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? 22 ഇൻറ്റു 24, 240 എന്ന് പറയുമ്പോൾ 5280. സോ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിപ്ലെറ്റ്സിന്റെ വാല്യൂസ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഹെവി കാൽക്കുലേഷൻ ഒഴിവാക്കി കിട്ടും. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? ആർക്കെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതേ സംഭവം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചവരൊക്കെ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനൊന്നും ആവശ്യമില്ല. വളരെ ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാംഗിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പറയണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണത്? ക്ലിയർ ആണ്? മരിയ, ആരതി, വീണ, ബാക്കി ആളുകളെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എണ്ണം NTPC ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആൻഡ് ആൾസോ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കും. അത്രയും സമയം ഒന്നും എടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഏരിയ വേണമെങ്കിൽ ഏരിയ കാണാം. ഇനി ഒരു പക്ഷേ രണ്ടാമത്തെ ഡയഗണൽ ആയിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡയഗണലിന്റെ ഹാഫ് ആയിരിക്കാം എന്ന് ചോദിക്കാം. പക്ഷേ ഈ ബേസിക്കലി ഇവിടെ എന്ത് വേണം? രണ്ട് ഡയഗണൽസ് d1ഉം d2ഉം കിട്ടി d1 തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റോംബസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? d2 കാണാൻ പറ്റുന്നുള്ള ഒരു ബേസിക് ഐഡിയ, ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ d2 കാണാൻ പറ്റുന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഇൻ സ്ക്വയർ വിത്ത് പാരലൽ സൈഡ്സ് ഓഫ് ലെങ്ത് 3 യൂണിറ്റ് ആൻഡ് 5 യൂണിറ്റ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ് ഈസ് 6 യൂണിറ്റ് എന്നുള്ളതാണ്. അതായത് ആദ്യം ട്രപ്പീസിയം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ സൈഡുകൾ ഉണ്ടാവും, മറ്റേ രണ്ട് സൈഡുകൾ പാരലൽ ആയിരിക്കില്ല എന്നതാണ്. ഓക്കെ, ഈ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇവൻ എ എന്നുള്ള സൈഡും ഇവൻ ബി എന്നുള്ള സൈഡും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ ജോമെട്രി എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഇവൻ എന്തായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ ആയിരിക്കും. സോ ഈ രണ്ട് സൈഡുകൾ ഏതൊക്കെയാണ്? ഇവൻ 3 ആണ്, ഇവൻ എന്താണ് 5 ആണ് അല്ലെ. ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ഇത് 6 ആണ്. ഇവിടെ ഓർത്തിരിക്കുക, ട്രപ്പീസിയത്തിന്റെ ഏരിയ, ട്രപ്പീസിയത്തിന്റെ കേസിൽ ഏരിയ എന്നുള്ള എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്നുള്ളതാണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ് എന്ത് ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്നുള്ളത്. ഓക്കെ, ഓർത്തിരിക്കുക, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ് എന്ത് ട്രപ്പീസിയത്തിന്റെ ഏരിയ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എ തന്നിട്ടുണ്ട് 3 ആണെന്നുള്ളത്, ബി തന്നിട്ടുണ്ട് 5 ആണെന്നുള്ളത്, എച്ച് തന്നിട്ടുണ്ട് അല്ലെ. എച്ച് എന്താണ്? നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. എല്ലാ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഏരിയ കാണാം. എങ്ങനെ? ഹാഫ് ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താടാ 3 പ്ലസ് ബി എന്താടാ 5 ഇൻറ്റു എച്ച് എന്താണ്? എച്ച് 6 ആണ്. സോ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു 5 3 8 ഇൻറ്റു 6, ഇവിടെ 2 ഇവിടെ കട്ട് ചെയ്ത് പോയി, ബാക്കി എന്ത് കിട്ടും? 24. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ജസ്റ്റ് ട്രപ്പീസിയം എന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് എ റോംബസ് ഈസ് 440 if the length of the one of its diagonals is 20, then what is the length of the other diagonal എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, നമുക്ക് റോംബസിന്റെ കേസിലുള്ള ഏരിയ കാണാൻ. റോംബസിന്റെ ഏരിയ എന്താടാ? ഏരിയ ഓഫ് ദി റോംബസ് എന്താണ്? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2 ആണ് എന്ത് ഏരിയ. ഇവനാണ് എന്ത് ഏരിയ ഓഫ് ദി റോംബസ് ആണ് എന്ത് തന്നിരിക്കുന്ന 440 എന്നുള്ളത്. ഈ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ എന്താണ്? 20 ആണ്. സോ d1 20 ആണ് തന്നിട്ടുണ്ട് അല്ലെ. d1 എന്താണ്? d1 20 ആണ്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഹാഫ് ഇൻറ്റു ഒരു ഡയഗണൽ 20 ആണ്. ദെൻ d2 എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഈക്വൽ ടു എന്താണ്? 440 ആണ്. ഇവിടെ 2 10 ആയി മാറി. ദെൻ d2 എന്താണ്? d2 is equal to 44. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് ബേസ് 44 ആൻഡ് ഹൈറ്റ് 22? ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പാരലോഗ്രാം എന്താന്നുള്ളത് അല്ലെ. പാരലോഗ്രാം എന്താന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ നോക്കുക, രണ്ട് സൈഡുകൾ പാരലൽ ആണ്. ദെൻ ഈ പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ എന്താണ്? ഈക്വലും ആണ് അല്ലെ. പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ എന്താണ്? ഈക്വൽ ആണ്. രണ്ട് പാരലൽ സൈഡുകളും ഈക്വൽ ആണ്. സോ ഇവർ രണ്ടുപേരും ഈക്വല്, ദെൻ ഇവർ രണ്ടുപേരും എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് എന്ത് ഒരു പാരലോഗ്രാം എന്നുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ നോക്കുക, ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ എനിക്കറിയാം ഇതാണ് എന്ത് ഒരു സൈഡ്. ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇതൊരു ട്രയാങ്കിൾ അല്ലെ. ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ബേസ് അല്ലെ, ഈ ബേസും എന്താണ്? ഈക്വൽ ആണ്. രണ്ട് പാരലൽ സൈഡുകളാണ്. ഇത് രണ്ടും എകളാണ് അല്ലെ, രണ്ട് എ ആണ്. സോ ഇതിന്റെ ഹൈറ്റ് ഞാൻ h1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ അല്ലെ, ഈ ഒരു ഹാഫ് ഓഫ് ദി നമ്മുടെ ശരിക്കും എന്താണ്? ഒരു പാരലോഗ്രാമിന്റെ ഹാഫ് ആണ് ഇത്രയും ഭാഗം. സോ ഹാഫ് ഓഫ് ദി പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഇൻറ്റു അല്ലെ ബേസിന്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു h1 ആണ് അല്ലെ. ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു h1 ആണ്. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഹാഫ് ഓഫ് ദി പാരലോഗ്രാം എത്ര ആയിട്ടുള്ളൂ? എനിക്ക് മറ്റൊരു ഹാഫും കൂടെ ഉണ്ട്. ഇവിടെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ പറഞ്ഞ h1 തന്നെയാണ്. സോ ഇവിടെയും എന്തുണ്ടാവും? ഇതിന്റെ ബാക്കി ഹാഫ് ഉണ്ടാവും, ഹാഫ് ഓഫ് ദി ബി ഇൻറ്റു h1. സോ ടോട്ടൽ പാരലോഗ്രാമിന്റെ ഏരിയ എന്താണ്? ടോട്ടൽ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ബി h1 എന്ന് പറഞ്ഞാൽ ഒരു പകുതിയും മറ്റൊരു പകുതിയും, ടോട്ടൽ എന്താണ്? ബി ഇൻറ്റു h1 അല്ലെ. സോ നിങ്ങൾക്ക് ഒരു പാരലോഗ്രാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാരലോഗ്രാമിന്റെ രണ്ട് ബേസുകൾ എയും ബിയും ആണെങ്കിൽ ഈ എ എന്നുള്ള ബേസ് എന്നുള്ള പെർപെൻഡിക്കുലർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു h1 ആണെങ്കിൽ ഈ ടോട്ടൽ പാരലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും? എ ഇൻറ്റു h1 ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്നുള്ള ബേസിൽ നിന്നും മറ്റേ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ h2 ആണെങ്കിൽ അതെന്തായിരിക്കും? ഏരിയ ഓഫ് ദി പാരലോഗ്രാം
BH2 ആയിരിക്കും. സോ ഇത് രണ്ടും എന്താണ്? ഏരിയ ഓഫ് ദി പാരലോഗ്രാം ആണ്. ഓക്കെ, ഏരിയ ഓഫ് ദി പാരലോഗ്രാം ആണ് എന്ത്? ബേസ് ഇൻറ്റു അവിടെ നിന്നുള്ള ഹൈറ്റ് അല്ലെ, ഒരു സൈഡ് ഇൻറ്റു ആ സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ. ആ ജസ്റ്റ് ഒരു ഐഡിയ ഓർത്തിരിക്കുക. ദെൻ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് ബേസ് 44 ആൻഡ് ഹൈറ്റ് 22? വളരെ സിമ്പിൾ ഇക്വേഷൻ ആയി മാറിയപ്പോൾ എന്താണ്? 44 ഇൻറ്റു 22 ഇത്ര ചെയ്യേണ്ടുള്ളൂ അല്ലെ. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് 44 ഇൻറ്റു 22. എന്താണത്? 44 ഇൻറ്റു 22 പറയുമ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലെ. 44 ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ 88 ഇൻറ്റു 11 എഴുതാം അല്ലെ. സോ ബാക്കി എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് 11 ചെയ്യുമ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതിയടാ? ഇവിടെ 88 ആദ്യം ഞാൻ 8 എഴുതുക, ദെൻ 8ഉം 8ഉം തൊട്ട് ബാക്കിലുള്ള നമ്പറിനായിട്ട് ആഡ് ചെയ്യുക. 8 8ഉം 16ന് 6 റിമൈൻഡർ 1 ഉണ്ടാവും. ദെൻ ബാക്കി ഒരു 8 ഉള്ളത്, 8ലേക്ക് ഈ റിമൈൻഡർ ആയിട്ടുള്ള 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 6 8. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ ആണോ? അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? 22 ഈ 44 എന്താണ്? 22 ആണ്. 22 ഇൻറ്റു 2 ആണ്. സോ 22 ഇൻറ്റു 22 ഇൻറ്റു 2 എന്ന് വരും. സോ 22ന്റെ സ്ക്വയർ ഇൻറ്റു 2. 22ന്റെ സ്ക്വയർ എന്താണ്? 22ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? 484 ഇൻറ്റു 2 അല്ലെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സർക്കുലർ പാത്ത് ഹാവിംഗ് എ യൂണിഫോം വിഡ്ത്ത് 3 meter സറൗണ്ടിങ് എ സർക്കുലർ ഫീൽഡ് ഓഫ് ഡയമീറ്റർ 150? എടാ ഇവിടെ ഡയമീറ്റർ ഓഫ് ദി ഫീൽഡ്, ഡയമീറ്റർ 150 ആണെങ്കിൽ റേഡിയസ് എന്താണ്? റേഡിയസ് 75 ആണ് അല്ലെ. റേഡിയസ് 75 ആണ്. അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. ദെൻ കാണേണ്ട എന്താണ്? ഏരിയ ഓഫ് ദി സർക്കുലർ പാത്ത് ഹാവിംഗ് യൂണിഫോം വിഡ്ത്ത് അല്ലെ, സറൗണ്ടിങ് എ സർക്കുലർ 3 meter യൂണിഫോം വിഡ്ത്തുള്ള ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ദെൻ ആ സർക്കുലർ പാത്തിന്റെ ഏരിയ ആണ് എനിക്ക് കാണേണ്ടത്. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ എങ്ങനെ വരും? ഒരു 75 റേഡിയസ് ഉള്ള 75 ഉള്ള ഒരു സർക്കിള്, ദെൻ അതിന് പുറത്ത് 3 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള അല്ലെ, 3 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഞാനൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഈ ഔട്ടർ സർഫസിന്റെ റേഡിയസ് എന്ത് വരുടാ? R2 എന്ത് വരും? R2 എന്ന് പറയുമ്പോൾ 75 പ്ലസ് 3 വരൂലേ, 78 വരൂലേ അല്ലെ. റേഡിയസ് എന്തായിരിക്കും? 78 ആയിരിക്കും രണ്ടാമത്തെ കേസിൽ അല്ലെ. പുറത്തുള്ള സർക്കിളിന്റെ റേഡിയസ് 78ഉം അകത്തുള്ള സർക്കിളിന്റെ റേഡിയസ് 75 ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സർക്കുലർ പാത്ത്? ഇവിടെ നോക്കുക, പുറത്തുള്ള ഇത്രയും, അതായത് ഈ സെന്റർ മുതൽ ഈ സർക്കിളിന്റെ പുറം വരെയുള്ള പുറത്തുള്ള സർക്കിൾ വരെയുള്ള ഏരിയ എന്തായിരിക്കും? πr². അവിടുത്തെ r എന്താണ്? 78 ആണ്. ദെൻ അകത്തുള്ള സർക്കിൾ സർക്കിളിന്റെ സെന്റർ മുതൽ ഈ അകത്തുള്ള സർക്കിളിന്റെ സർക്കംഫറൻസ്, ഐ മീൻ അതിന്റെ ഒരു ചുറ്റളവ് വരെ, അതിന്റെ ഈ പറഞ്ഞ എന്താ പറയാ ബൗണ്ടറി വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? πr². അവിടെയുള്ള റേഡിയസ് r എന്തായിരിക്കും? 75 ആയിരിക്കും. സോ നമ്മൾ കാണേണ്ട എന്താണ്? ഇതിനകത്തുള്ള ഏരിയ ആണ്. സോ പുറത്തുള്ള ഏരിയ മൈനസ് അകത്തുള്ള ഏരിയ അല്ലെ. പുറത്തുള്ള ഏരിയ മൈനസ് നമ്മുടെ ഈ പറഞ്ഞ റിംഗ് ഷേപ്പിന്റെ അല്ലെങ്കിൽ പാത്താണല്ലോ ഇവിടെ ക്വസ്റ്റിനകത്തുള്ളത്, പാത്താണ്. സോ പാത്തിന്റെ ഏരിയ എങ്ങനെ കാണൂടാ? പാത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, പൈ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? നമ്മുടെ പൈ ഇൻറ്റു ആദ്യത്തെ റേഡിയസ് R2 ആണെങ്കിൽ R2² മൈനസ് R1². ഇത്ര നമുക്ക് ഏരിയ കാണാൻ ചെയ്യേണ്ടുള്ളൂ. ക്ലിയർ അല്ലേ? സോ പൈ ഇൻറ്റു പൈ അവിടെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഓപ്ഷനകത്ത് എന്തുണ്ട്? ഓപ്ഷനകത്ത് എല്ലാത്തിലും പൈ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ പൈനൊന്നും ചെയ്തിട്ടില്ല. ദെൻ പൈ ഇൻറ്റു ബാക്കി എന്തുണ്ട്? R2 എന്ന് പറയുമ്പോൾ നമ്മുടെ 78² മൈനസ് 75ന്റെ സ്ക്വയർ. ഇവിടെ നോക്കുക, A² മൈനസ് B² ആണെങ്കിൽ A+B ഇൻറ്റു A മൈനസ് B. സോ പൈ ഇൻറ്റു A+B എന്താണ്? 78 പ്ലസ് 75 എന്ന് പറയുമ്പോൾ 153 വരും അല്ലെ. സോ 153 ഇൻറ്റു ഞാൻ ജസ്റ്റ് അതേപോലെ തന്നെ എഴുതാം. ഇവിടെ 78 പ്ലസ് 75 ഇൻറ്റു 78 മൈനസ് 75. ക്ലിയർ ആണോ? 78 പ്ലസ് 75 ഇൻറ്റു 78 മൈനസ് 75. സോ ഇവിടെ എന്ത് വരും? പൈ ഇൻറ്റു 153 ആണ് സമ്മ്, ഡിഫറൻസ് എന്താണ്? 3 ആണ്. സോ 153 ഇൻറ്റു 3 എന്താണ്? 450ഉം 459 അല്ലെ. സോ 459 പൈ ആയിരിക്കും എന്ത് ആൻസർ? 459 പൈ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ അല്ലെ?
നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The area of a circular park is 1386. If a path of the width 7 meter is laid around and inside the park. Okay, ഒരു സർക്കുലർ പാർക്കിന്റെ ഈ സർക്കുലർ പാർക്കിന്റെ ഏരിയ തന്നിട്ടുണ്ട് 1386 ആണെന്നുള്ളത് അല്ലെ. സോ പൈ ആർ സ്ക്വയർ 1386 തന്നിട്ടുണ്ടാവും. ദെൻ ഇഫ് ദി പാത്ത് ഓഫ് ദി വിഡ്ത്ത് 7 മീറ്റർ ഈസ് ലെയ്ഡ്, ഒരു 7 മീറ്റർ പാത്ത് ഉണ്ട് ആൻഡ് ഇൻസൈഡ് ദ പാർക്ക്. ഓക്കെ, ഇതിനകത്തേക്ക് എന്തുണ്ട്, ഒരു 7 മീറ്റർ വിടുത്തുള്ള അല്ലെ, 7 മീറ്റർ വിടുത്തുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഏരിയ ഓഫ് ദി പാത്ത് എന്തെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു പാത്തിന്റെ ഏരിയ ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഏരിയ ഓഫ് ദി സർക്കുലർ പാർക്ക്, ഏരിയ എന്താടാ, ഏരിയ ഓഫ് ദി സർക്കുലർ പാർക്ക് ഏരിയ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ആണ് എന്ത്, 1386. എനിക്കിവിടെ പൈനെ ഞാൻ 22/7 എടുക്കുകയാണ്. സോ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു ആർ സ്ക്വയർ എന്താടാ, 1386 ആണ്. ഞാൻ 22 കൊണ്ട് കട്ട് ചെയ്ത് കളയാണെങ്കിൽ 22 ഇവിടെ 20 എന്താണ്, 132 അല്ലെ. 20 എന്താണ്, 132 ആണ്. ബാക്കി ഒരു 6 റിമൈൻഡർ ഉണ്ട്, 66 ആവും. സോ 66 22 എന്ത് വരും, 3 ടൈംസ് പോകും. സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 63 എനിക്ക് എങ്ങനെ എഴുതാം, 9 × 7 എന്ന് എഴുതാം അല്ലെ. സോ 9 × 7 × 7. ഞാൻ എന്തുകൊണ്ട് 9 × 7 എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 7 ബാക്കിയായി കിടക്കും. സോ അതിന് ഞാൻ ഈ ആർ സ്ക്വയർ 9 × 7 × 7 എഴുതി കഴിഞ്ഞാൽ ഈ 9 എന്താണ്, 9 പറയുമ്പോൾ 3 × 3 അല്ലെ. സോ 2 സ്ക്വയർ ടേമുകളാക്കി എഴുതാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് 6 എന്ത് കിട്ടും, 6 ഡയറക്ട്ലി ഈ 9ന്റെ റൂട്ട് 3 ആണ്, 7 സ്ക്വയറിന്റെ റൂട്ട് എന്താണ്, 7 ആണ്. സോ 21 ആണ് എന്ത്, നമ്മുടെ റേഡിയസ് അല്ലെ. റേഡിയസ് എന്താണ്, 21 ആണ്. പുറത്തുള്ള റേഡിയസ് 21 ആണ്. അതായത് ഇത്രയും ഭാഗത്തിന്റെ റേഡിയസ് എന്താണ്, 21 ആണ്. നമുക്ക് എന്താ വേണ്ടത്, ഒരു 7 മീറ്റർ വിടുത്തുള്ളത്. സോ ഇത്രയും ഭാഗം എന്തായിരിക്കും, 14 ആയിരിക്കും അല്ലെ. ഔട്ട്സൈഡ് റേഡിയസ് 21 ഇൻസൈഡ് റേഡിയസ് 14. ദെൻ ചോദിച്ചാൽ എന്താണ്, ഏരിയ ഓഫ് ദി പാത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈ ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ അല്ലെ. പൈ ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ എന്ത് വേണം, ഓപ്ഷനകത്ത് എന്തില്ല, ഓപ്ഷനകത്ത് പൈ ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പൈനെ കളയാൻ വേണ്ടിയിട്ട് 22/7 യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തു, പൈ എന്നുള്ളത് 22/7 ഇൻറ്റു R2 സ്ക്വയർ എന്താടാ, R2 സ്ക്വയർ 21 സ്ക്വയർ മൈനസ് 14 സ്ക്വയർ ആയിരിക്കും അല്ലെ. സോ ഇവിടെ എന്ത് വരും ആൻസർ, ഇവിടെ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 21 + 14 ഇൻറ്റു 21 - 14. 21 + 14 എന്താണ്, 21 + 14 35 ആണ്. ഇൻറ്റു 35 ആണ്. ഇൻറ്റു 21 - 14 എന്താ, 7 ആണ് അല്ലെ. സോ 7 7 കട്ട് ചെയ്ത് പോയി. ബാക്കി ആൻസർ എന്തുണ്ട്, ആൻസർ 22 ഇൻറ്റു, ആൻസർ എന്താണ്, 22 ഇൻറ്റു 35. ആൻസർ എന്തായിരിക്കും, 35 × 20 700, 700 70. സോ ആൻസർ എന്തായിരിക്കും, 770. ക്ലിയർ ആണോ, 770. ഇവിടെയും ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ത്, 11ന്റെ മൾട്ടിപ്പിൾസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി അല്ലെ. ഇത് ചെയ്യേണ്ട രീതി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ചെയ്തത്. പക്ഷെ ഇവിടേക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ഈ പൈ യൂസ് ചെയ്യുന്നുണ്ടോ, പൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ, തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യന് ഞാൻ എന്തുകൊണ്ട് 11ന്റെ മൾട്ടിപ്പിൾ നോക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, ഈ പൈ എന്നുള്ളതാണ് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാനുള്ള ത്രെഡ്. പക്ഷെ ഇവിടൊക്കെ എന്താണ്, ഓപ്ഷൻ അകത്ത് ഡയറക്റ്റ് പൈ എന്നുള്ളത് പൈ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അവിടെ നിന്നിട്ടില്ല 22ന്റെ മൾട്ടിപ്പിൾസ് നോക്കാൻ എനിക്ക് ഇവിടെ പറ്റൂലായിരുന്നു. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻ അകത്തൊന്നും എന്തില്ല, പൈ എന്നുള്ള ഒരാളില്ല. എന്ന് പറഞ്ഞാൽ പൈനെ ഞാൻ 22/7 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ അകത്തേക്ക് ചെയ്തിട്ടുണ്ട്, ഐ മീൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്, 7 ദെൻ ഓപ്ഷൻ എ എന്താണ്, 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ബി എന്താണ്, ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ, 7 - 8 അല്ലെങ്കിൽ 8 - 7. ഇവിടെ എന്താണ്, ഇവിടെ നോക്കി 11ന്റെ 77 എന്ന് പറയുമ്പോൾ 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതുമല്ല. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം അറിയാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ റേഡിയസോ ഒന്നും കാണേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പൈ നിങ്ങൾ എവിടെ പൈ അല്ലാതെ 22/7 ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ 11ന്റെ മൾട്ടിപ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കുത്താൻ പറ്റും. ക്ലിയർ ആണോ, ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേടാ? ഓക്കെ, അടുത്തേക്ക് പോട്ടെ.
യെസ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡയമീറ്റർ ഓഫ് എ വീൽ ഈസ് 88 സെന്റിമീറ്റർ. ഫൈൻഡ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ വിച്ച് ഇറ്റ് വിൽ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 8712. ഡയമീറ്റർ ഓഫ് എ വീൽ എന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ 88 ആണ് അല്ലെ? ഡയമീറ്റർ 88 ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? സർക്കംഫറൻസ് 2πr ആണ് സർക്കംഫറൻസ് അല്ലെ? 2πr ആണ് നമ്മുടെ സർക്കംഫറൻസ് എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2πr സർക്കംഫറൻസ് ആണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? 2πr അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം? പൈ ഇൻറ്റു ഡയമീറ്റർ എന്ന് എഴുതാം അല്ലെ? ഈ പറഞ്ഞ 2 ഇൻറ്റു r എന്താണ്? 2 ടൈംസ് ഓഫ് റേഡിയസ് ഡയമീറ്റർ ആണ്. സോ പൈ ഇൻറ്റു d. സോ ഇവിടെ എന്ത് വരും? നമ്മുടെ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ 22/7. 22/7 ഇൻറ്റു ഡയമീറ്റർ എന്താണ്? 88 ആണ്. ക്ലിയർ ആണല്ലോ? ഡയമീറ്റർ 88 ആണ്. സോ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഞാൻ കിട്ടി. ഇനി എത്ര ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്ര വേണം എന്നുള്ളതാണ്. ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 1512 മീറ്റർ. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, ഒരു സർക്കിള് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടയർ സഞ്ചരിച്ച ദൂരമൊക്കെ ആയിട്ട് കാണാൻ ഇവിടെ തന്നെയാണ് എന്ത്? വീല് സഞ്ചരിച്ച ദൂരാണ്. സോ ഈ വീല് അല്ലെങ്കിൽ നിങ്ങളൊരു സർക്കിള് നിങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്? നിങ്ങൾ റിങ് ഇവിടുന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തുമ്പോൾ, അതായത് ഒരു റൊട്ടേഷൻ കവർ ചെയ്യുമ്പോൾ, ഒരു റൊട്ടേഷൻ ഇൻ വൺ റെവല്യൂഷനിൽ ഇയാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇതിന്റെ സർക്കംഫറൻസ് അല്ലെ? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ സർക്കിള് ഇവിടെ മുതൽ ഇങ്ങനെ പോയിട്ട് ഇതുവരെ ഉള്ളതാണ് എന്ത്? ഇതിന്റെ സർക്കംഫറൻസ് എന്നുള്ളത്. സോ ഈ സർക്കിള് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആവണി സ്ക്രീന് കാണുന്നില്ല. ഓക്കെ ആണോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റാത്തതാണോ അതല്ല സ്ക്രീനിന്റെ പ്രശ്നമാണോ? എന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയട്ടോ. സോ ഈ ഒരു റെവല്യൂഷനിൽ ഇയാൾ കവർ ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ സർക്കംഫറൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ദെൻ ഇവിടെ നോക്കുക, നമുക്ക് വേണ്ട എന്താണ്? 8712. അതായത് ഒരു റെവല്യൂഷനിൽ ഈ പറഞ്ഞ 22/7 ഇൻറ്റു 88 കവർ ചെയ്തു. ദെൻ അടുത്ത ഒരു റെവല്യൂഷൻ, രണ്ടാമത്തെ റെവല്യൂഷൻ എന്ത് ചെയ്തു? വീണ്ടും 22/7 ഇൻറ്റു 88 കവർ ചെയ്തു. അങ്ങനെ ഓരോ റെവല്യൂഷൻ 22/7 ഇൻറ്റു 88 കവർ ചെയ്ത് അവസാനം എന്ത് ചെയ്തു? ടോട്ടല് 8712 മീറ്റർ അല്ലെ? സോ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഇൻ വൺ റെവല്യൂഷൻ അല്ലെ? ഡിസ്റ്റൻസ് ഇൻ വൺ റെവല്യൂഷൻ, അതായത് ഓരോ റെവല്യൂഷനിലും ഈ പറഞ്ഞ 22/7 88 കവർ ചെയ്യും അല്ലെ? അങ്ങനെ ടോട്ടല് ഈ പറഞ്ഞ 8712 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്താ മതി? ഒരു റെവല്യൂഷനിൽ ഈ പറഞ്ഞതിന്റെ പെരിമീറ്റർ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്താ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ പറഞ്ഞ ഇക്വേഷൻ ചെയ്താൽ മതി അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 8712 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ഈ 88 ഉള്ളത്, അതായത് ഇതിന്റെ പെരിമീറ്റർ കാണാൻ പറയുന്നത് ഇവിടെ എന്താണ്? ഇത് സെന്റിമീറ്ററിലുള്ളത് അല്ലെ? ഇത് സെന്റിമീറ്ററിലുള്ളത്. പക്ഷേ ഇവിടെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? അത് മീറ്ററിലുള്ളത്. സോ ഞാൻ ആ മീറ്ററിനെ കൂടെ എന്ത് ചെയ്യാണ്? സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യാണ്. സോ ഇതിനെന്ത് ചെയ്തു? ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഇൻ ഓൺ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് 22/7 ഇൻറ്റു 88 അല്ലെ? ഈ 22 ഇൻറ്റു 88 താഴെ ഉണ്ടായിരുന്ന 7 എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി ഞാൻ ഇൻറ്റു 7 എഴുതി. ഓക്കെ, ദെൻ 88 ഞാനിവിടെ കട്ട് ചെയ്ത് കളയാണെങ്കിൽ 88 ഇൻറ്റു 9 ആണെങ്കിൽ എത്ര വരും? 720ഉം 72ഉം 792 അല്ലെ? 792 വരും. 9 792 ആണെങ്കിൽ വീണ്ടും എന്ത് വരും? സോ ഇവിടെ 99. ക്ലിയർ അല്ലേ? 99 വരും. 88 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ദെൻ 99 ഡിവൈഡ് ബൈ 22. രണ്ടിലും എന്താണ്? 11 കോമൺ ആയിട്ടുണ്ട്. സോ ഇവിടെ ഒരു 9, ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു 2 വരും. ക്ലിയർ ആണോ? സോ ബാക്കി എന്ത് വരും? 900 ബൈ
2. Okay, so 900 then 900 into ഈ 7/2 എന്ത് വരും 3.5 ആണ്. ക്ലിയർ അല്ലേ? then 35 into നമുക്ക് എന്ത് ചെയ്യാം 90 എന്ന് എഴുതാം. ഓക്കെ, then 35 into 90 എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ 270 45 3150. ക്ലിയർ അല്ലേ? 3150. ഓക്കെ, 31. സ്ക്രീൻ കാണാത്ത പ്രശ്നമുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യടാ. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റീജിയൻ സെപ്റ്റഡ് ബൈ ദി മിനിറ്റ് ഹാൻഡ് 6 meter long of a wall clock in an interval of 5 minutes? ഇവിടെ നോക്കുക, നിങ്ങളുടെ ഒരു വാൾ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം. ഇവിടെ 1 2 ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും 3 അല്ലെ? 3 എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടാവും അല്ലെ? നമ്മൾ 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇവിടെ 4, ഇവിടെ ഒരു 5 ഉണ്ടാവും. ദെൻ ഇവിടെ എന്തുണ്ടാവും 6 ഉണ്ടാവും. ദെൻ വീണ്ടും ഇവിടെ 7, ഇവിടെ 8, സോറി ഇവിടെ ഒരു 8. ദെൻ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും അതൊരു 9 ആയി മാറും. ദെൻ ഇവിടെ 10 11 ഇവിടെ എത്തുമ്പോൾ 12 അല്ലെ? അതായത് ഈ ഒരു സർക്കിള്, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ 360 ഡിഗ്രിയെ ഞാൻ എന്ത് ചെയ്തു, 360 ഡിഗ്രിയെ ഞാൻ 12 ടോട്ടൽ 12 ഡിവിഷൻസ് ആക്കിയിട്ട് കവർ ചെയ്തു. ക്ലിയർ അല്ലേ? ടോട്ടൽ 12 ഡിവിഷൻസ് ആക്കിയിട്ട് കവർ ചെയ്തു. ഇനി ഇവിടെ നോക്ക്, എനിക്ക് 5 മിനിറ്റ്, നമ്മൾ ഈ 5 മിനിറ്റ് നമ്മൾ കാണേണ്ടത് എന്താണ്, കാണേണ്ടത് ഇൻ 5 മിനിറ്റ് ആണ് അല്ലെ? 5 മിനിറ്റ് ഗ്യാപ്പിലുള്ളതാണ്. സോ ഇവിടെ നോക്കുക, ഈ 5 മിനിറ്റിൽ 5 മിനിറ്റ് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ മുതൽ ഇങ്ങോട്ട് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇത്രയും ആണ് എന്ത് നമ്മൾ 5 മിനിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്ക്, ടോട്ടല് 360 ഡിഗ്രിനെ ഞാൻ 12 ഈക്വൽ ഡിവിഷൻസ് ആക്കി മാറ്റി. അതിൽ ഒരു ഡിവിഷൻ അല്ലെ? അതിലൊരു ഡിവിഷൻ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളതാണ് ഒരു ഡിവിഷൻ. ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളതാണ് അടുത്ത 5 മിനിറ്റ് ആണ് രണ്ടാമത്തെ ഡിവിഷൻ, അടുത്ത 5 മിനിറ്റ് ആണ് മൂന്നാമത്തെ ഡിവിഷൻ. അങ്ങനെ 12 ഡിവിഷൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ 1/12 പാർട്ട് അല്ലേ 5 മിനിറ്റ് എന്നുള്ളത് അല്ലെ? 5 മിനിറ്റ് എന്താടാ? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ 1/12 ഓഫ് ദി സർക്കിൾ ആണ്. ക്ലിയർ അല്ലേ? 1/12 ഓഫ് ദി സർക്കിളിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, നമ്മൾ കാണാൻ പറഞ്ഞതാണ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ആണ്. സോ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫുൾ സർക്കിളിന്റെ 1/12 പാർട്ടിന്റെ ഏരിയ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 1/12 ഓഫ് ദി സർക്കിളിന്റെ ഏരിയ എന്താണ്, πr² അല്ലെ? πr² എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് വാല്യൂസ് കണ്ടിട്ട് ഇവിടെ എന്താണ് 3.43 3.6 ഇങ്ങനെയൊക്കെ ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ അല്ല സോറി 9.43 9.6 ഒക്കെ ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പൈക്ക് 3.4 ഇവിടെ πr² ആണ്. സോ 1/12 ഇൻറ്റു ഞാൻ പൈക്ക് 3.14 കൊടുക്കുകയാണ്. 3.14 ഇൻറ്റു റേഡിയസ് എന്താണ് അവിടെ, റേഡിയസ് 6ന്റെ ഏരിയ ഓഫ് ദി റീജിയൻ സെപ്റ്റഡ് ബൈ ദി മിനിറ്റ് ഹാൻഡ് 6 മീറ്റർ ലോങ് അല്ലെ? സോ ഇതിന്റെ ഈ പറഞ്ഞ റേഡിയസ് എന്താണ്, റേഡിയസ് 6 ആണ്. സോ 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 അല്ലെ? 6². സോ 6 ഞാൻ ഇവിടെ കട്ട് ചെയ്ത് പോയി 2, ഈ 2 6 കട്ട് ചെയ്ത് പോയി ബാക്കി 3. ദെൻ 3 ഇൻറ്റു 3.14 എന്ന് പറയുമ്പോൾ എന്താണ് 9.42 അല്ലെ? 9.42 പറയുമ്പോൾ അപ്രോക്സിമേഷൻ എന്താണ്, ഓപ്ഷൻ എ 9.43. 9.43 ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ ക്ലിയർ അല്ലേടാ? ഓക്കെ, ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ നോക്കാം. When a square is made by bending a wire, then the area of the square is 484. If the same wire is bent as a circle, then its area will be. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ഒരു സ്ക്വയർ ആണ് അല്ലെ? ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ ഈസ് മെയ്ഡ് ബൈ ബെൻഡിങ് എ വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്താണ്, 484 ആണ്. നമുക്കറിയാത്ത എന്താണ് ഇത്, ശരിക്ക് 22ന്റെ സ്ക്വയർ ആണ് എന്ത്, 484. സോ സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ത് വരും, സൈഡ് ഓഫ് ദി സ്ക്വയർ അല്ലെ? സൈഡ് ഓഫ് ദി സ്ക്വയർ എന്താണ്, ഇത്
22 എന്ന് വരും അല്ലെ. ഓരോ സൈഡ് സ്ക്വയർ ആണ്, സോ എല്ലാ സൈഡും എന്ത് വരും 22 എന്ന് വെച്ചിട്ട് വരും. then the same wire is bent as a circle, then what is the area? ഇവിടെ നോക്കുക 22 ആണ് ഒരു സൈഡ്, സോ ടോട്ടൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ അതായത് വയറിന്റെ ലെങ്ത് അല്ലെ, ലെങ്ത് ഓഫ് ദി വയർ അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ. പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്താണ് എന്ന് പറയുമ്പോൾ 22 × 4 88 ആണ്. സോ 88. ഇവിടെ നോക്കുക, നമുക്കിത് കണ്ടാ അറിയാം എന്താണത്. ഞാൻ പറഞ്ഞു നിങ്ങളോട് റേഡിയസ് 7 ആകുന്ന കേസിൽ പെരിമീറ്റർ എന്താടാ? പെരിമീറ്റർ എന്നുള്ളത് 44 ആണ്. ഇവിടെ നോക്ക്, ഈ 88 എന്നുള്ളത് എന്താണ്? 88 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 × 2 ആണ് അല്ലെ, 44 × 2 ആണ്. സോ റേഡിയസ് എന്തായിരിക്കും ഇവിടെ? റേഡിയസ് എന്ന് പറയുമ്പോൾ 7 × 2 എന്ന് പറയുമ്പോൾ 14 ആയിരിക്കും. ഇനി തീർന്നില്ല, നമുക്ക് ഏരിയ കാണേണ്ട എന്താണ്? ഈ പറഞ്ഞ റേഡിയസ് 14 ആകുമ്പോഴുള്ള ഏരിയ ആണ്. നമുക്കറിയാം റേഡിയസ് 7 ആകുന്ന കേസിൽ ഏരിയ എന്താണ്? 154 ആണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് നേരത്തെ. റേഡിയസ് 7 ആണെങ്കിൽ ഏരിയ എന്താണ്? 154 ആണ്. ദെൻ റേഡിയസ് 7K ആണെങ്കിൽ ഏരിയ എന്താടാ? ഏരിയ എന്നുള്ളത് 154K² ആണ് അല്ലെ. സോ ഇവിടെ K എന്താണ്? K 2 ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 154 × ഈ K എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? K എന്ന് പറയുമ്പോൾ എന്താണ്? 7 × 2 അല്ലെ. K എന്ന് പറഞ്ഞാൽ 7 × 2 2 ആണ്. സോ 2 ആണ്. സോ ഇവിടെ എന്ത് വരും? × 2² ആണ് വരിക. സോ ആൻസർ എന്ത് വരും? 616. ജസ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. റേഡിയസ് 7 ആണെങ്കിൽ ഏരിയ എന്താണ്? 154 ആണ്. റേഡിയസ് 14 ആണെങ്കിൽ 616 ആണ്. ഇനി ഈ രണ്ട് വാല്യൂസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? വേറെ ചെയ്യാനൊന്നും പോകരുത്. ഏരിയ 616 ആണെങ്കിൽ റേഡിയസ് 14 ആണ്. സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? സോ ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? ആ ഒരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മെൻസുറേഷൻ ഫസ്റ്റ് പാർട്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണല്ലോ? ആരതി സെറ്റ് ആണ്? ഓക്കെ, ബാക്കി ആളുകൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ മെൻസുറേഷന്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം. ഈ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഇന്ന് പറഞ്ഞ ഇക്വേഷൻസും ഇനി അതല്ലാത്ത ബാക്കിയുള്ള മെൻസുറേഷന്റെ ഇക്വേഷൻസ് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് സെറ്റ് ആക്കിയിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ.